Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് നമ്മൾ വെജിറ്റേറിയനിലോട്ടാണ് പോകാൻ പോകുന്നത്. ഡയറക്റ്റ് ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ. പക്ഷേ ഇന്ന് ആസ് യൂഷ്വൽ പനീർ വെച്ചാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് ചെയ്യുന്ന പനീർ കുറച്ച് ഒരു റിച്ച് ഡിഷാണ്. കാര്യം എന്ന് വെച്ചാൽ ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പിയുടെ പേര് ആദ്യം പറയാം, എന്നാലേ അതിനെ ആ ഒരു റിച്ച്നെസ് എങ്ങനെയാണ് വരുന്നതെന്ന് അറിയത്തുള്ളൂ. ഇന്ന് ചെയ്യാൻ പോകുന്നത് മുഗളായി ഷാഹി പനീർ. നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. അവിടെ കുറേ റിച്ച് എന്ന് പറയാൻ കാര്യം എന്നാന്നോ, ഇതിനകത്ത് അണ്ടിപ്പരിപ്പ് ഒത്തിരി അരയ്ക്കും, പിന്നെ അതിൽ ക്രീം ചേർക്കും. ഇതൊക്കെ ചേർത്താൽ മാത്രമേ അതിനൊരു ഒരു തിക്നെസ്, ആ ഒരു കൺസിസ്റ്റൻസി ഭയങ്കര തിക്കായിരിക്കത്തുള്ളൂ. ആ തിക്കാക്കുന്നത് തന്നെ എങ്ങനെയാണെന്ന് നോക്കി, കാഷ്യൂനട്ട് അരച്ച് വെച്ചാൽ ചേർക്കുന്നത്. അപ്പോൾ പിന്നെ ഒന്ന് ആലോചിച്ച് ചോദിക്കുക, അതിനകത്തുള്ള റിച്ച്നെസ്. അപ്പോൾ പിന്നെ നമുക്ക് നോ കോംപ്രമൈസ് ചെയ്യാനൊക്കത്തില്ല. പിന്നെ ഈ ഓരോ റെസിപ്പിയുടെ ഒക്കെ പേര് കേൾക്കുമ്പോൾ നമുക്ക് ബേസിക്കലി തോന്നുന്നത് എന്നാണെന്നറിയാമോ, ഇതൊന്നും നമുക്ക് ഉണ്ടാക്കാൻ ഒക്കുകയില്ല, അത് അവർക്കേ ഒക്കത്തുള്ളൂ എന്നൊക്കെ നമുക്ക്, അല്ലെങ്കിൽ ഹോട്ടലുകാർക്കേ ഒക്കത്തുള്ളൂ എന്നൊക്കെ നമുക്ക് വരുന്ന ഒരു തെറ്റിദ്ധാരണയാണെന്നേ ഞാൻ പറയത്തുള്ളൂ. പക്ഷെ നമ്മളിത് വീട്ടിലുണ്ടാക്കുവാന്നേൽ ഈ നമ്മുടെ വീട്ടിലുള്ള സകല സാധനം വെച്ചേച്ച് തന്നെ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷെ നമുക്കത് ഉണ്ടാക്കാൻ അറിയാൻ മേലല്ലോ. അതുകൊണ്ടല്ലേ നമുക്ക് ഈ തെറ്റിദ്ധാരണകളൊക്കെ വരുന്നത്. ആ ഒരു തെറ്റിദ്ധാരണ നമ്മൾ ഈ ചെയ്യുന്ന ആനീസ് കിച്ചണിലൂടെ അതൊക്കെ ഞാൻ മാറ്റി തരാം കേട്ടോ. ഈ പറഞ്ഞ പോലെ നമുക്ക് എല്ലാ രാജ്യത്തെയും എല്ലാ ടൈപ്പ് ഓഫ് ഫുഡും നമുക്ക് ഈ ആനീസ് കിച്ചണിൽ വെച്ച് നോക്കിയാൽ മാത്രം പോരാ, എൻ്റെ ചേച്ചിമാരുടെ വീടുകളിൽ ഒക്കെ ഇത് ഉണ്ടാക്കാനുള്ളതാണ് കേട്ടോ. അതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ വന്നേച്ച് ഇതെല്ലാം പറഞ്ഞു തരുന്നത്. ഇനി നമുക്ക് മുഗളായി ഷാഹി പനീർ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. 2 റെസിപ്പി ഉണ്ട്. ഇത് ഒന്നാന്നു. ഷാഹി പനീർ എന്ന് പറയുന്നത് വേറൊരു റെസിപ്പി ഉണ്ട്, അതും ഇതുമായിട്ട് യാതൊരു റിസംബ്ലൻസും ഇല്ല. ഇത് ടോട്ടലി ഡിഫറെൻ്റ് ആന്നു. ഇതിന് വേണ്ടിയ ഇത് ഏറ്റവും എളുപ്പവും കൂടിയാണ്. എന്നാൽ ഇച്ചിരി ക്ഷമ വേണം ഇത് ഉണ്ടാക്കാനായിട്ട്. ഇതിന് വേണ്ടി സാധനം എന്നാക്കിയാന്ന് നോക്കിയോ. ഇത് കുറച്ച് സവാളയാണ്, പിന്നെ ഒരു കൈപിടി നിറച്ച് ഇച്ചിരി അണ്ടിപ്പരിപ്പ്, കുറച്ച് കശകശ, പിന്നെ കുറച്ച് പച്ചമുളക് എരിവനുസരിച്ച്, വെളുത്തുള്ളി ഒരു 3-4 എണ്ണം, പിന്നെ ഇഞ്ചി ഒരു കഷ്ണം, ഇത്രയും വേണ്ട, ഇതിൻ്റെ പകുതി മതിയാവും. പിന്നെ അന്നേൽ ഒരു 3-4 മണി കുരുമുളക്, പിന്നെ അന്നേൽ ഗ്രാമ്പു, പിന്നെ എന്നാ വേണ്ടേ ഇച്ചിരി ഇത് നെയ്യിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ കുറച്ച് കട്ടി തൈരാന്നു, പിന്നെ വേണ്ടിയത് കുറച്ച് അണ്ടിപ്പരിപ്പ് അരച്ചതുകൂടെ വേണേ, പിന്നെ കുറച്ച് ഫ്രഷ് ക്രീം, പിന്നെ ഇച്ചിരി ഏലക്ക പൗഡർ, പിന്നെ നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന ഗരം മസാല അത് പൊടിച്ചത്, പിന്നെ വേണ്ടത് കുറച്ച് പനീർ, പിന്നെ കുറച്ച് മല്ലിയില. ഇത്രയും സാധനമേ വേണ്ടുള്ളൂ. ഇതെല്ലാം നമ്മുടെ വീട്ടിലുള്ളത് തന്നെയല്ലേ. ഇനി എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ഈ കറിയുടെ കൂടെ നമുക്ക് ഏറ്റവും കൂടുതൽ ചേരുന്ന എന്നാണെന്നറിയോ, ബട്ടൂര നല്ലയാ, ചപ്പാത്തി നല്ലയാ. അപ്പോൾ ആദ്യം ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഏറ്റവും എളുപ്പം എന്നാന്ന് വെച്ചാൽ ചപ്പാത്തിക്ക് മാവ് എടുത്ത് വയ്ക്കുക. അന്നേച്ച് ഒരു കുഞ്ഞ് പാത്രം എടുക്കുക, അതായത് ഈ വലുപ്പത്തിനുള്ള പാത്രം എടുത്തേച്ച് നമ്മുടെ ഉള്ളിയില്ലേ അതും അണ്ടിപ്പരിപ്പും, തീ കുറച്ച് വെച്ചേക്കണേ, കുറച്ച് കശകശ ഒത്തിരി കൂടുതലിട്ടാലും നല്ല രുചിയാണേ. അതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ നിറച്ചാണ് എടുക്കുന്നത്. പിന്നെ പച്ചമുളക് എരിവനുസരിച്ച്, ഇതിപ്പോൾ 2 പച്ചമുളകാ, പിന്നെ ഒരു 3-4 വെളുത്തുള്ളി. എനിക്ക് ഇതിൻ്റെ പകുതി മതിയാവും, അപ്പോൾ 1 കഷ്ണം ഇഞ്ചി ഇട്ടാൽ മതിയേ, അതായത് ഇത്രയും പോകുന്ന കഷ്ണത്തിൻ്റെ നേർപകുതി. പിന്നെ ഒരു 3-4 മണി കുരുമുളക്, പിന്നെ ഒരു 2-3 ഗ്രാമ്പു. ഇത് ഇത്രയും ഇട്ടേച്ച് ആദ്യം നമുക്കിതൊന്ന് വേവിക്കണവേ. വഴറ്റേച്ച് വേവിക്കാൻ ഒക്കുകയില്ല, അതിന് മുന്നേ തന്നെ നമുക്കൊരു ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചേച്ച് ഇതൊന്ന് വേവട്ടെ. ഉപ്പൊന്നും ചേർത്തേക്കരുത്, ചുമ്മാ അത് അങ്ങനെ കിടന്നൊന്ന് വെന്തോട്ടെ. പിന്നെ എന്നാന്നറിയോ, ഒത്തിരി അങ്ങോട്ട് വെന്ത് എന്നാ പറയുന്നത്, നമ്മൾ ഉടച്ചു അങ്ങനെയൊന്നും എടുക്കണ്ട കേട്ടോ. ഇത് നമുക്ക് ആ ഉള്ളി ഒന്ന് വെന്ത് കിട്ടണം. മാത്രമല്ല നമ്മൾ ചേർത്തേക്കുന്ന സ്പൈസസ് ഇല്ലയോ, അതെല്ലാം ഒന്ന് വേവുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഫ്ലേവേഴ്സൊക്കെ ഒന്ന് വെളി വരുവല്ലേ, അത്രയും മാത്രം മതി. പിന്നെ ഒത്തിരി വെള്ളം വെക്കല്ല, ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചേച്ച് അത് വെന്ത് ഏകദേശം നമുക്ക് ഈ അരപ്പൊന്ന് അരച്ചെടുക്കാനും വേണ്ടിയുള്ളൊരു വെള്ളം വരുവല്ലേ,
അതുവരെ ഒന്ന് വേവിച്ചെടുത്താൽ മതി, ഫുൾ പറ്റിച്ചെടുക്കണ്ട. അപ്പം ഞാൻ അതുവരെ ഒന്ന് വേവിച്ചെടുക്കാം. എന്നാൽ ഉള്ളിയും അണ്ടിപ്പരിപ്പും അതെല്ലാം നമ്മൾ വേവാനിട്ടേക്കുമല്ലേ, അത് ഇച്ചിരി വെന്തു, ഇച്ചിരി അല്ല ഒരു ഓൾമോസ്റ്റ് അത് ഒരു 3/4 വെന്തിട്ടുണ്ട്. അന്നേച്ച് അതിനെ ഞാൻ ഇച്ചിരി ആറിയിട്ടുണ്ട്. ആ ചൂടോടെ കൂടെ അടിച്ചു കഴിഞ്ഞാൽ അറിയാമല്ലോ നമ്മുടെ ഈ അടുക്കള കുളമാവും. അതുമാത്രമല്ല മിക്സിയിൽ നിന്ന് ഇങ്ങനെ തെറിച്ചു പോരുവേ. അതുകൊണ്ട് നമ്മൾ അത് ചെയ്തിട്ടുണ്ട്. കുറച്ചൊന്ന് ആറിയതിന് ശേഷം നമുക്കിതിനെ ഒന്ന് പേസ്റ്റ് ആക്കിയെടുക്കാം. അതിനകത്തോട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടി ചേർത്തേച്ചാൽ മതിയേ. അതിനകത്തോട്ട് ഒരു ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചോട്ടെ. ഇതിനകത്ത് ഇച്ചിരി കശകശയെല്ലാം ഇരിപ്പുണ്ടേ, അന്നേരം അതൊന്നും കളയണ്ട. ഇത് അരച്ച് വരുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു ഇറച്ചിക്കറിയുടെ ഒക്കെ സ്വാദുണ്ടേ. അല്ല സ്വാദുണ്ടെന്നല്ല, ആ മണം. നമ്മൾ ഈ കുറുമായൊക്കെ വെക്കുകയല്ലേ എന്ന് പറയുമ്പോഴത്തേക്കൊരു നല്ലൊരു മണം വരുകയല്ലേ, ഈ എന്നാ പറയുക അണ്ടിപ്പരിപ്പൊക്കെ അരച്ചേച്ച്. എന്നിട്ട് ഞാൻ നല്ല പേസ്റ്റ് പരുവത്തിനാക്കി എടുത്തിട്ടുണ്ടേ. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി പാൻ അങ്ങോട്ട് കത്തിച്ചേച്ചു. ഇതിനകത്തോട്ട് ഒരിച്ചിരി നെയ്യ് ഇടുക. നെയ്യെന്ന് പറയുമ്പോൾ ഇത് ഞാൻ അതാ പറഞ്ഞത് ഇച്ചിരി ഫാറ്റും റിച്ചും ഒക്കെ ആയിട്ടുള്ള ഒരു ഡിഷാന്നു. എല്ലാവരും എക്സസൈസ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ അതിൻ്റെ രുചി ഒരു അപാര രുചിയാട്ടോ. എന്നാ പറയുക, ഇറച്ചി ഇല്ലേ പോലും ഇറച്ചിയുടെ ഒരു സ്വാദ് അതിന് വരുന്നത്. ഇതിനകത്തോട്ട് ഇത് ഇടുക. നെയ്യ് ഒരു ഇച്ചിരി ചൂടാവുന്നതിന് മുന്നേ ഇട്ടോളൂ. കാര്യം എന്നാന്നോ, അല്ലെങ്കിൽ നമ്മൾ ഇച്ചിരി അരച്ചേക്കുന്നതുണ്ടല്ലോ, ആ ഉള്ളിയും വെള്ളവും എല്ലാം കൂടി ചേർന്നല്ലേ, അന്നേരം ഇച്ചിരി ഒന്ന് എന്നാ പറയുക പൊട്ടിത്തെറിക്കല്ല, ആ എണ്ണയിലോട്ട് വീഴുമ്പോഴത്തേന് ഇങ്ങനെ ആ ഒരു എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് നമ്മുടെ ദേഹത്തോട്ടാവുവേ. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാ. ഇനിയാന്നു ഈ ഞാൻ ചേർത്തേക്കുന്ന വെള്ളവും മാത്രമല്ല അതിനകത്ത് ഉള്ളിയിലെ വെള്ളം ഇതെല്ലാം ഉണ്ട്. ഇനി അതെല്ലാം പോയേച്ച് നമ്മൾ ഈ ചേർത്തേക്കുന്ന ആദ്യം ചേർത്തില്ലേ നെയ്യ്, അതൊന്ന് തെളിഞ്ഞു വരണം. അതാ ഞാൻ പറഞ്ഞത്, ഇനി നമ്മൾ ചെയ്യുമ്പോൾ ഓരോന്നായിട്ട് ഇച്ചിരി പേഷ്യൻസോടുകൂടി ചെയ്താൽ മാത്രമേ നമ്മുടെ കറിക്ക് ടേസ്റ്റ് വരത്തുള്ളൂ. പിന്നെ ആന്നേല ഒന്നിൻ്റെ വെള്ളം പറ്റിയേച്ചാൽ അടുത്തത് ഇടാനൊക്കത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വെള്ളം ഫുൾ പറ്റി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ തൈര് ചേർക്കാനൊക്കത്തുള്ളേ. അതായത് നമ്മുടെ ആ പാനയിലൊക്കെ ഉണ്ടാക്കുവാന്നേൽ ആ പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരും. അതാന്നു അതിൻ്റെ ആ ഒരു ഈ ലൂസായിട്ടുള്ളത് മാറിയേച്ച് ഇങ്ങനെ നമ്മൾ അലുവ ഒക്കെ ആക്കുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ട് അത് ഇങ്ങനെ ഇളകി വരുവേ. അത്രയാന്നു പരുവം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ആ വെള്ളം അങ്ങ് പറ്റിയേച്ച് ഈ നമ്മുടെ ആ എന്നാ പറയുന്നത് എൻ്റെ പാനയിൽ നിന്ന് വിട്ടു വരുവാന്നേ. ഈ സമയത്ത് നമുക്ക് കുറച്ച് തൈര് ചേർക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ നിറച്ച്. ഇനിയാണെങ്കിൽ ഈ തൈരിൻ്റെയും ഇതേപോലെ വെള്ളം പറ്റണം. ഇത് ഇച്ചിരി കട്ടി തൈരായതുകൊണ്ട് ഒത്തിരി നേരം എടുക്കുകയല്ല, എന്നാലും നേരം ഇല്ലാന്ന് ഞാൻ പറയുകയല്ല, ഇച്ചിരി നേരം എടുക്കും. ഇപ്പം നമ്മൾ
തൈരിൻ്റെ ആ ലംസ് പോലെയൊക്കെ വീഴുവല്ലേ, ആ തൈര് ഒഴിക്കുമ്പോഴത്തേന് ഇച്ചിരി കട്ടിയായിട്ടൊക്കെ അതിൻ്റെ ഇടയിൽ കാണുവേ, അതെല്ലാം നമ്മൾ ഈ പേസ്റ്റിൻ്റെ കൂടെ അങ്ങ് അലിഞ്ഞ് ചേരുമ്പോഴത്തേന് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കണം. അത് ഒത്തിരി ചേർക്കരുത്. നെക്സ്റ്റ് നമ്മൾ കാഷ്യൂനട്ടാണ് നേരത്തെ നമ്മൾ ചേർത്തേക്കുക, അതിൻ്റെ ഒരു 50. ഇതിന് പിന്നെ അധികം വെള്ളമില്ല. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഇച്ചിരി ക്രീമും കൂടെ ചേർക്കുവാന്നേ. ഇപ്പൊ ക്രീമും ഇതിനകത്തായി കഴിഞ്ഞ് ഇനിയാന്നു ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചേച്ച് നമുക്ക് പനീറും വേണമെങ്കിൽ അതിന് മുന്നേ ഞാൻ ഒരു ഇച്ചിരി ഗരം മസാലയും കൂടി ഇടാവേ. ഒരു 1/2 ടീസ്പൂണോളം ഇട്ടു. നേരത്തെ നമ്മൾ ഇട്ടായിരുന്നു, ഗ്രാമ്പൂ ഒക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ എന്നാലും ഫുൾ ഇട്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ ഇട്ടു. അന്നേച്ച് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്താൽ മതി. പിന്നെ ഇതുവരെ നമ്മൾ ചേർക്കാത്ത ഒരു സാധനം ഉണ്ട്, എന്നു പറയൂ, ഉപ്പാന്നു. ഉപ്പില്ലേ, കറിക്ക് രുചിയുണ്ടോ? ഒരു ഇച്ചിരി ഉപ്പ്. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കണം. അത് ഒരുപാട് ചേർക്കണ്ട, ഒരു ഏലക്കായുടെ ഒരു ഫ്ലേവർ മാത്രം വന്നേച്ചാൽ മതി. ഗരം മസാല മുന്നിട്ട് നിന്നാലും ഏലക്കായ നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് ഏലക്കായ എവിടെയൊക്കെയോ വന്നു പോവുകയല്ലേ, അത്രയും മാത്രം ഇട്ടേച്ചാൽ മതിയേ. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഈ പനീർ ഇടുക. ഇത് ബേസിക്കലി ഒരു തിക്ക് ഗ്രേവിയാണ്. നമുക്ക് ആവശ്യമുള്ള ഒരു ഗ്രേവിയുടെ അയവില്ലേ, അതനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിക്കണം. ഇനി ഇതിനകത്ത് വേവാനൊന്നുമില്ല. ശരിക്കും നമ്മൾ എല്ലാം നല്ലോണം വെള്ളമെല്ലാം പറ്റിയേച്ച് വെച്ചാൽ ആ വെള്ളം പറ്റുന്ന സമയത്ത് എന്നാ പറ്റുന്നതെന്നറിയാവോ, നമ്മൾ ആ ചേർക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസും ഈ പറഞ്ഞ പോലെ വെന്താ വരുന്നത്. അതുകൊണ്ട് ഒത്തിരി നേരമൊന്നും പിന്നെ നമുക്ക് ഇനി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വേവാനൊന്നുമില്ല. ഇനി ഉള്ളത് എന്നാന്ന് വെച്ചാൽ ഒരു ഇച്ചിരി മല്ലിയില മാത്രം ഇടാനേ ഉള്ളേ. അത് ഇച്ചിരി ഇട്ടു, കാര്യം ആ ഒരു ഫ്ലേവറും കൂടെ നമുക്ക് അതിനകത്തോട്ട് വരുവല്ലേ. ഇത് കുറച്ച് നേരം ഒന്ന് അടച്ചിടുക. ഒന്ന് തിളച്ചതിന് ശേഷം എന്നാ ചെയ്യണമെന്നറിയാവോ, ഇച്ചിരി കുറവെന്ന് വരാൻ പറയുന്നത് എന്നാന്ന് വെച്ചാൽ കുറച്ച് ഗരം മസാല ആയിരിക്കും. അത് തിളച്ച് കഴിഞ്ഞേച്ച് അത് ഇച്ചിരി ഗരം മസാലയും കൂടെ ഒരു ഉപ്പും എരിവും ഒക്കെ ഒന്ന് നോക്കിയേച്ചേ, ഗരം മസാലയും പിന്നെ കുറച്ചുകൂടെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ചേർത്തേക്കണം. അന്നേച്ച് ഇച്ചിരി നേരം അടച്ച് സിമ്മേ തന്നെ ഇട്ടേക്കണം. കാര്യം ആ പനീറിലേക്കെല്ലാം ഒന്ന് പിടിക്കണ്ടായോ, അത്രയും ഒരു ഗ്യാപ്പ് ഇതിന് കൊടുത്തേ ഒക്കത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഈ കറി വെക്കുവാന്നേരം ഇച്ചിരി ക്ഷമയോടുകൂടി നമുക്ക് വെച്ചാലേ ഒക്കത്തുള്ളൂ. ഇത് ബേസിക്കലി ഭയങ്കര റിച്ച് ഫുഡാന്നു. ഇത് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് എക്സസൈസ് വേണം. ഈ റിച്ച് ഫുഡ് ഞാനിന്ന് നമ്മുടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ റെസിപ്പി ഇവിടെ ചെയ്തത്. ഇന്ന് നമ്മുടെ ഗസ്റ്റായിട്ട് ഹാനീസ് കിച്ചണിൽ വരാൻ പോകുന്നത് മധുപാലാണ്. അദ്ദേഹം എഴുത്തുകാരനാണ്, സംവിധായകനാണ്, ആക്ടറും കൂടിയാണ്. ഇത് മധുപാൽ ചേട്ടനൂടെ ഞാൻ വർക്ക് ചെയ്തിരിക്കുന്നത് സ്വപ്നലോകത്തെ ബാലഭാസ്കർ എന്ന സിനിമയിലായിരുന്നു. അപ്പം ഞങ്ങൾ ഒരു പടത്തിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല എനിക്ക് മധുപാൽ ചേട്ടനെ പറ്റി പറയാനുള്ളത് എന്നാന്ന് വെച്ചാൽ, ഞാൻ ആ പടത്തിൻ്റെ ഡബ്ബിങ് സമയത്ത് ഈച്ച് ആൻഡ് എവറി സീൻസ് നോക്കി വെച്ച് അദ്ദേഹം ഡബ് ചെയ്ത സമയം ഞങ്ങളുടെ കോമ്പിനേഷൻ സീൻസ് എല്ലാം ഭയങ്കര കീനായിട്ട് വർക്ക് ചെയ്തിട്ട് ഈച്ച് ആൻഡ് എവറിത്തിങ് എന്നെ ഇങ്ങനെ വിളിച്ചു പറയുമായിരുന്നു. അത് ഇങ്ങനെ ചെയ്തത് നന്നായിരുന്നു, അല്ലെങ്കിൽ ഇത് കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു എന്നൊക്കെ. പിന്നെ എനിക്ക് കാര്യം മനസ്സിലായി, ഒരു ഡയറക്ടർ ഉള്ളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇച്ചിരി കീനായിട്ട് നോക്കിയത്. അപ്പോൾ എന്നെ ഇത്രയും കുറച്ച് തിരുത്തിയ ഒരാൾക്ക് ഇച്ചിരി നല്ലൊരു ഫുഡ് കൊടുക്കണമെന്ന് എനിക്ക് നല്ലൊരു ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും റിച്ച് ഫുഡ് കൊടുക്കുന്നത്. എന്തായാലും ഇത്രയും റിച്ച് ഫുഡ് കുറച്ചുകൂടി ഒന്ന് റിച്ച് ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഇൻഗ്രീഡിയൻസും ഫ്ലേവേഴ്സും ഒക്കെ ഇറങ്ങിയേ പറ്റത്തുള്ളൂ. ഇനി പ്രസൻറ്റേഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ, പക്ഷേ ഫ്ലേവേഴ്സ് ഇറങ്ങാനും കറി ഒന്ന് റിച്ച് ആവാനും കുറച്ച് നേരം കൊടുത്തേ പറ്റുള്ളൂ. നമ്മുടെ മുഗലായി ഷാഹി പനീർ ഇവിടെ റെഡിയാന്നു. ഈ ഷാഹി പനീർ, മുഗലായി ഷാഹി പനീർ എന്ന് പറയുമ്പോൾ നമുക്ക് മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ വരാനുണ്ട് കളർ വൈസ്. പക്ഷേ ആ കളർ വൈസ് ഒന്ന് നോക്കിക്കോളൂ. ഇപ്പം ഞാനിവിടെ എൻ്റെ ആനീസ് ടച്ചിൽ ചെയ്തേക്കുന്ന ഒരു ക്രീമി ഷെയ്ഡാന്നു. ഇത് തന്നെ ആവണം എന്നില്ല, ഇറ്റ് ക്യാൻ ബി കളർ ചേഞ്ച്.
നമസ്തേ. ഞാനിവിടെ എന്റെ പ്രേക്ഷകരുമായിട്ട് ഒരു ചെറിയ തർക്കത്തിലായിരുന്നു. എന്ത് കാര്യത്തിനാ? ഞാൻ ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് മറുപടി തരാമോ? അറിയാവുന്നതാണെങ്കിൽ ഞാൻ പറയാം. എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കണേ. ഇത് മുഗളായി ഷാഹി പനീറാന്നു. അന്നേരം ഈ ഷാഹി പനീർ ക്യാൻ ബി ഓഫ് ഡിഫറെന്റ് കളേഴ്സ്. ഒന്ന് യെല്ലോയിഷ് ഓറഞ്ച് ആയിരിക്കും, അല്ലെങ്കിൽ വൈറ്റ് ആണ്. അപ്പൊ ഇത് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് കളർ കറക്റ്റ് ആണോ എന്നുള്ളത് ഇപ്പൊ എന്റെ വേർഷൻ ഇതാണ്. ഷാഹി പനീർ കഴിച്ചിട്ടുണ്ടോ ചേട്ടാ? പനീർ കഴിച്ചിട്ടുണ്ട്. പനീർ വെളുത്തിട്ടാന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിന്റെ ഗ്രേവിയുടെ കാര്യമായി ചോദിച്ചേ. ഗ്രേവിയുടെ കാര്യങ്ങളിൽ ചിലത് യെല്ലോയിഷ് കഴിച്ചിട്ടുണ്ട്, ചിലത് വൈറ്റ് കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പൊതുവെ ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് പേര് പറഞ്ഞുകൊണ്ടൊന്നും നമ്മൾ എനിക്ക് സത്യത്തിൽ അറിയാൻ മേല. കാരണം പനീറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ പനീറിന്റെ ഏതുണ്ട് ഇന്നതാണ് എന്ന് പറയുമ്പോൾ അത് വിളമ്പിക്കോളൂ. അതിനകത്ത് കുറച്ച് ചിലതിന് സ്പൈസി ആകണം എന്ന് പറയുന്ന ഒരു ആഗ്രഹം മാത്രമേ ഒരു പരിധിവരെ എനിക്കുള്ളൂ. കുറച്ച് സ്പൈസി ആകാം എന്നുള്ളത്. ഇത് അത്ര സ്പൈസി അല്ല, കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അത്ര സ്പൈസി അല്ല. എന്നാ സ്പൈസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്ര സ്പൈസ് ഉണ്ട് തന്നെ. അവിടെ ഒരു സസ്പെൻസ്. എന്നായാലും മതിച്ചേട്ടൻ കഴിച്ചേച്ച് കാര്യം പറഞ്ഞാൽ മതി. ഇന്ന് ഈ ഡേ എന്നാ പറ്റി വെജിറ്റേറിയൻ ആന്ന് പറയാം. നവരാത്രി ഒക്കെ കഴിഞ്ഞില്ലേ ഇനി? അതുകൊണ്ടല്ല, ഈ കുറച്ചു കാലത്തേക്ക് ഇപ്പൊ എന്തായാലും ഈ ഒരു മാസം ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു. അതിന്റെ ഒരു ഹാങ്. അതിന്റെ ഇടയിൽ ഞാൻ അറിഞ്ഞു ഇങ്ങനെ എഴുത്തിനിരുത്താൻ പോയെന്നും സരസ്വതി കടാക്ഷം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുവല്ലേ ഇപ്പം. സരസ്വതി കടാക്ഷം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അറിയോ, നമ്മൾ അറിവാണ് പരമപ്രധാനം. മനുഷ്യന് അതിൻ്റെ ഒപ്പം തന്നെ ഭക്തി ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മമാണ് നമ്മുടെ ഈശ്വരൻ. നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഈ ഭക്ഷണം രുചിയുള്ള ഒരു അവസ്ഥയിൽ എല്ലാവർക്കും കിട്ടട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന ഉണ്ടാവും. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നൊരു കാര്യം എല്ലാ മനുഷ്യന്മാർക്കും അത് ഏറ്റവും നല്ല രീതിയിൽ ഉതകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരു വറ്റ് കൊടുക്കുമ്പോൾ പോലും അത് ഉണ്ടാവാറുണ്ടെന്നാണ്. അപ്പം അതുകൊണ്ട് ഇപ്പൊ എത്ര കാലമായി ഇങ്ങനെ എഴുത്തിനിരുത്താൻ തുടങ്ങിയിട്ട്? 4-ാമത്തെ വർഷമാണ്. 4 വർഷം കഴിഞ്ഞു. പല സ്ഥലങ്ങളിലായിട്ട് പലയിടത്തും ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്യാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ല, ഞാൻ ഒരുപാട് ഇത്തരം കാര്യങ്ങൾ വായിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന നമ്മുടെ ഒരു പേടിയുണ്ടായിരുന്നു. ശരിയായ ഏറ്റവും കൂടുതൽ ആത്മജ്ഞാനമുള്ള ഒരു മനുഷ്യനായിരിക്കണം ഒരു അടുത്തൊരു ജനറേഷനെ വാർത്തെടുക്കേണ്ടതാണ്. പിന്നെ ഒരു സെലിബ്രിറ്റി എന്ന് പറയുന്നൊരു കാഴ്ചപ്പാടിലാണ് പലപ്പോഴും നമ്മളെയൊക്കെ പലരും എഴുതുന്നത്. പിന്നെ ഞാനത് പുസ്തകം എഴുതുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അത്തരം ചില ആക്ടിവിറ്റീസ് ഉള്ളതുകൊണ്ട് ഒരു എഴുത്തുകാരൻ എന്ന് പറയുന്ന ഒരു ലേബലും കൂടെ ഉള്ളതുകൊണ്ട് ഒരു പരിധിവരെ അമ്പലങ്ങളിലായാലും അല്ലെങ്കിൽ സംഘടനകളിലായാലും വിളിക്കും എന്നുള്ളതാണ്. പക്ഷേ ഞാനതിന് യോഗ്യനാണോ എന്ന് പലപ്പോഴും ഞാനിങ്ങനെ സ്വയം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ യോഗ്യത എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളിലൂടെ ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പം ഓരോ പ്രാവശ്യം എനിക്ക് കിട്ടുമ്പോൾ ഈ പറയുന്നൊരു വേദിയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നൊരു ഭയം എനിക്കുണ്ട്. ഞാൻ അത്രയും മഹാനായ അല്ലെങ്കിൽ അത്രയും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നൊരു ഗുരുവാണോ എന്നുള്ളത്. പക്ഷെ എന്തോ ഈശ്വരൻ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതുപോലെ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നു. പക്ഷെ മജുചേട്ടൻ ഇപ്പൊ വർത്താനം പറയുന്ന കേട്ടാണ്ടല്ലോ, ശരിക്കും ഒരു സ്കോളറിന്റെ ഒക്കെ വർത്താനം അല്ല ഒരു പണ്ഡിതന്റെ ഒരു വർത്താനം ഒക്കെ എനിക്ക് നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് എന്നെ കുറെ കാലമായിട്ട് അറിയാം. പക്ഷെ ഞാൻ പഴയ മജുചേട്ടനെ കണ്ട ഒരു ഇതേ അല്ല ഇപ്പൊ. ടോട്ടലി ഡിഫറെന്റ്. ഭയങ്കര ഒരു ചേഞ്ച്. ഒരു വലിയൊരു പണ്ഡിതനോടൊക്കെ ഞാൻ വർത്താനം പറയുന്ന കൂട്ടാ എനിക്ക് തോന്നുന്നേ. മറ്റേത് ആദ്യമൊക്കെ ഞാൻ മജുചേട്ടനെ കാണുമ്പോൾ മജുചേട്ടൻ ഭയങ്കര ജോളിയൊക്കെ ആയിരുന്നു. ഇപ്പൊ അതിങ്ങ് അളന്നു കുറിച്ചേച്ചൊക്കെയോ വർത്താനം പറയുന്നതും. അങ്ങനെയൊന്നുമില്ല. അതാ ഞാൻ പറഞ്ഞ ശീലമായി വരുന്നതുകൊണ്ടായിരിക്കും. ചില ആൾക്കാരോട് ചില ആളുകളോട് നമ്മൾ കൂടുതൽ വർത്താനം പറഞ്ഞു പോകും. ചില ആൾക്കാർ നമ്മൾ ഈ സഹവാസം കൊണ്ടുണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അത് ഈസി. ഞാൻ എപ്പോഴും ശരിക്കും ഞാൻ ഈ പ്രോഗ്രാം കാണുമ്പോഴൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയത് അത് ഭക്ഷണം ഉണ്ടാക്കുന്നല്ല, ആനി വർത്തമാനം പറയുന്നതിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയത്. നന്നായിട്ട് വർത്തമാനം പറയുന്നുണ്ടെന്നുള്ളതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ, നമുക്ക് ഒരാൾ ഭക്ഷണം ഉണ്ടാക്കി തരുമ്പോൾ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് വീട്ടിൽ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹമാണ്. അപ്പം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഒരുപാട് വർത്തമാനം പറയും. ആ വർത്തമാനം പറയുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളും മുഴുവൻ കാര്യങ്ങളും പറയും. ഞാൻ എവിടെ ചെന്നാലും പ്രസംഗിക്കുമ്പോൾ പറയുന്നു, ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും ഒരുമിച്ചിരുന്ന് എല്ലാവരും കൂടെ ഭക്ഷിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള സങ്കടം, ദേഷ്യം, പക, വൈരാഗ്യം തുടങ്ങിയ സാധനങ്ങൾ അങ്ങ് തീരും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് വെച്ചാൽ ഈ ഭക്ഷണത്തിന്റെ രുചി ഉണ്ടാവും, അതിന്റെ ഇഷ്ടമുണ്ടാവും, അതിന്റെ സ്നേഹം ഉണ്ടാവും. ഇത് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കും. ഞാൻ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിൽ ഭക്ഷണം നന്നായിട്ട് കിട്ടുമെങ്കിൽ, നല്ല ഒരു ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ ഒരു അക്രമവും ലോകത്തുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തിരിച്ച് പുറത്തു പോയി ഭക്ഷണം കഴിക്കുന്നുണ്ട്. ആ പുറത്തു പോയി ഭക്ഷണം കഴിക്കുന്നുണ്ട്.
ഞാൻ വീട്ടിലേക്ക് തന്നെ പോകണം. വീട്ടിൽ എൻ്റെ ഭാര്യ ഉണ്ടാക്കുന്ന ഭക്ഷണം, എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം, എൻ്റെ പെങ്ങളുണ്ടാക്കുന്ന ഭക്ഷണം, അതിന് കിട്ടുന്ന രുചി ഒരിക്കലും പുറത്ത് ഉള്ള സ്ഥലത്ത് എനിക്ക് കിട്ടാറില്ല എന്നുണ്ടോ. ആ കിട്ടില്ല എന്നുള്ള ബോധമുള്ളത് കൊണ്ട് തന്നെ അവൻ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലണം എന്ന് ആഗ്രഹിക്കും. വീട്ടിലേക്ക് തിരിച്ച് ഭക്ഷണം നല്ല രീതിയിൽ കിട്ടണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അവൻ ഒരിക്കലും ഒരു അക്രമവും കാണിക്കില്ല, ഒരു അനീതിയും ഉണ്ടാവില്ല. എനിക്ക് മേലെ വീട്ടമ്മമാർക്ക് എന്നാ നല്ലൊരു കോംപ്ലിമെന്റ് കിട്ടിയേക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, ആനി ഉണ്ടാക്കുന്ന ഭക്ഷണം തന്നെ ആയിരിക്കണം ഷാജിയുടെയും ഞാൻ മക്കളെ കാണാറുണ്ട്, എല്ലാവരുടെയും ഈ ഒരു പ്ലസന്റ് ഫേസ് ഞാൻ കാണാറുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. കാരണം വെച്ചാൽ നല്ല ഭക്ഷണം കിട്ടുമ്പോൾ മാത്രമാണ് നമ്മുടെ മുഖം ഇങ്ങനെ പൂനിലാവ് പോലെ തെളിയുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇന്ന് ആനി ഉണ്ടാക്കി ഈ ഭക്ഷണം ഞാൻ കഴിക്കാം. മഹേഷേട്ടാ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞില്ലേ, എന്റെ പ്രേക്ഷകർ എത്ര വീട്ടിലാന്നറിയോ ഇതേപോലെ പൂനിലാവ് എങ്ങനെ ഉണ്ടാവണം, ഉണ്ടായേ പറ്റൂ. ഉണ്ടാവുന്നതാണ് ആനിയുടെ വിജയം എന്ന് ഞാൻ പറയുന്നത്. കാരണം ഞാൻ പലപ്പോഴും റോഡിലൂടെ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ ചില സ്ഥലങ്ങളിൽ ഈ ഇതിന്റെ പരസ്യം കാണാറുണ്ട്. ആ പരസ്യം കാണുമ്പോൾ അതിനകത്ത് ആനിയുടെ ചിരി ഞാൻ കാണുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു റിവാർഡാണ്. അപ്പൊ അത് ഭക്ഷണത്തിന്റെ ഈ രുചി അവരുണ്ടാക്കി കഴിക്കുന്നില്ലേ, ഈ റെസിപ്പി മുഴുവൻ ആനി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ആൾക്കാർ അത് കാണുന്നുണ്ട്, അവർ എഴുതിയെടുക്കുന്നുണ്ട്. ഇത് റിപ്പീറ്റ് കാണുമ്പോഴായിരിക്കും കുറെ കൂടെ ഇത് ചിലപ്പോൾ ഇവിടെ വിളിച്ചു ചോദിക്കുന്നവരുണ്ടാവും ഇല്ലേ. അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവരത് എഴുതി ഉണ്ടാക്കി അവരുണ്ടാക്കി അവരുടെ ഭർത്താക്കന്മാർക്കും മക്കൾക്കും ഒക്കെ കൊടുത്ത് ഇത് ആനി ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുക്കുന്നത്. എന്തായാലും ഒരു സന്തോഷം എന്താണോ, നമ്മളാൽ കഴിയില്ല ഈ നാട്ടിലൊന്നും വഴക്കും വെക്കാണോ ഒന്നും ഉണ്ടാവുകയല്ലോ നമ്മുടെ ഈ ഭക്ഷണം കഴിച്ചാൽ. അത് അത്ര നല്ലൊരു കാര്യമല്ലേ. അത് ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഞാൻ എപ്പോഴും കരുതുന്നത്. ഇതേപോലത്തെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഒത്തിരി മധുചേട്ടൻ ചോദിക്കാണ്ട്. മധുചേട്ടനോട് ഒരു ചോദ്യം ചോദിച്ചാൽ മതി, ഇപ്പൊ നമുക്ക് ഫുള്ളായിട്ട് ക്ലാസ് എടുത്തു തരുവേ. അതേപോലെ ഇപ്പൊ പണ്ഡിതനായേക്കുക, പക്ഷെ എന്നാലും ഇവിടെ അളന്നു കുറിച്ച് വർത്താനം പറയാനോ ഒക്കെ എത്തില്ല. പണ്ഡിതനാണ് ഓഫ്കോഴ്സ്. പണ്ഡിതനല്ല, ഞാൻ എന്താ പറയുക, ഒരൊറ്റ കാര്യം, ഈ പണ്ട് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു, ചെറിയ കുട്ടികൾ പഠിപ്പിക്കാന്നായിരുന്നു. അപ്പം അത് ഒരു ആഗ്രഹമായി നിൽക്കുമ്പോൾ നമ്മൾ പറയല്ലോ, ഒരാൾക്ക് കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അത് മനസ്സിലായോ ഇല്ലയോ സംശയമുണ്ടോ, അപ്പൊ ഒന്നുകൂടെ കുറച്ചുകൂടെ ക്ലാരിറ്റി വേണ്ടേ, കുറച്ചുകൂടെ ഡീറ്റെയിൽ വേണ്ടേ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അപ്പം അങ്ങനെ ഒരു ശ്രമം ഉണ്ടായിരുന്നു, അതിപ്പോഴും ഉണ്ടെന്നുള്ളതിന്റെ ഉള്ളൂ, അല്ലാതെ പാണ്ഡിത്യം കൊണ്ടൊന്നും അല്ലാതെ. എന്നാലും എനിക്ക് അതങ്ങോട്ട് പറ്റുന്നില്ല, അതെന്നെ ഫീൽ ചെയ്യുന്നു. ഒരു പണ്ഡിതനോടൊക്കെ വർത്താനം ഒന്നുമല്ല, പഴയ സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ, മിസ്റ്റർ ക്ലീൻ തുടങ്ങിയ കാലത്തുള്ള സെയിം അതുപോലെ ആ മൗച്ചേട്ടന്റെ മതി എനിക്ക് ഈ അടുക്കളയില്. അപ്പൊ അത് നമുക്ക് അവിടെ ഇരുന്ന് വർത്താനം പറയാം. വരും ഒത്തിരി സാധനങ്ങളുണ്ട്. ഒന്നുമില്ല, ഒരു ഇച്ചിരി സാധനമേ ഉള്ളൂ. ഒരു പനീറും ഒരു ബട്ടൂരയാ ചെയ്തേക്കുന്നേ. ഇതെന്തുവാ? ഇത് കഴിക്കാനുള്ള പ്ലേറ്റാ. പക്ഷെ ഇപ്പൊ ഞാൻ തരുവേല, ഞാനുള്ള വിശേഷമൊക്കെ ചോദിച്ചു തരത്തോളൂ. അതെന്തോ അങ്ങനെയൊന്നോ എന്നെന്നോ ഈ ആഹാരം കഴിച്ചുകൊണ്ട് വർത്താനം പറയരുത് നാട്ടുകാർ എന്നോട് പല പ്രാവശ്യം ശാസിച്ചതാ. പക്ഷെ പറഞ്ഞാൽ കേൾക്കുക. അതെന്നാ ചെയ്യാനാ, സമ്മതിക്കല്ലെന്ന് പറയും കഴിക്കാനായിട്ട്. ഏത് നേരം അതിങ്ങനെ കഴിക്കാനായിട്ട് പോകുമ്പോ അടുത്ത ചോദ്യം ചോദിക്കുമെന്ന്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എല്ലാം ചോദിച്ചേച്ച് ആഹാരം വേണ്ട, നൂത്ത പ്ലേറ്റ് മറക്കാൻ പാടില്ല. കിട്ടുമായിരിക്കുമല്ലോ, ഉറപ്പാ ഇത് തരുന്നുള്ള 100%. അങ്ങനെ തൊഴൊന്നും വേണ്ട, നല്ല ഭക്ഷണത്തെ തൊഴണമെന്നാണ്. എന്നുവെച്ചാൽ നാളെ കിട്ടണേന്നുള്ള പ്രാർത്ഥനയല്ലേ. അതുകൊണ്ടാ സാധാരണ രീതിയിൽ അറിയാമല്ലോ, നമ്മൾ ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് കഴിക്കാവുന്നു. അതാണോ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ചിലവരൊക്കെ ആണെങ്കിലും വേണമെന്ന് വെച്ചോണ്ടോന്ന് ഇത് നോക്കി വെച്ചൊന്ന് തൊഴാറുണ്ട്. എന്തായാലും എനിക്ക് കണ്ടിട്ടൊരു ഒരു ഫീൽ ഉണ്ട് അതിനകത്ത്, കൊള്ളാമെന്നുള്ളത്. സാധാരണ ശരിക്ക് പാത്രത്തിൽ ഇങ്ങനെ നിരത്തി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മണവും അതിന്റെ ഒരു ഭംഗിയൊക്കെ ഉണ്ടല്ലോ. ഇനി ഗുണം കഴിച്ചാലേ പറയാം. അത് ഉറപ്പാ. പാലക്കാടല്ലേ മനുഷ്യന്റെ വീട്? ഞാൻ പാലക്കാട് പഠിച്ചതൊക്കെ. ശരിക്കും സ്വദേശം കോഴിക്കോട്, അച്ഛൻ്റെ വീട് കണ്ണൂരും അമ്മ കോഴിക്കോടുമാണ്. ഞാൻ പഠിച്ചു വളർന്നത് പാലക്കാട്, തൃശ്ശൂർ. എനിക്ക് കുട്ടിക്കാലം ഒന്ന് പറയാവോ? കുട്ടിക്കാലം സ്കൂൾ എന്ന് പറയുന്നത് ശരിക്കും ഒരുപാട് സ്കൂളുകളിൽ ഞാൻ പഠിച്ചു, ഒരു സ്കൂളിലൊന്നും അല്ലെന്ന്. അച്ഛൻ്റെ ജോലിയുടെ ഒരു സ്വഭാവമായിട്ട് 3-4 സ്കൂളുകളിലൊക്കെ പഠിച്ചത്. അപ്പോൾ അവരുടെ ട്രാൻസ്പോർട്ടിൻ്റെയും ആ പ്രദേശത്തിൻ്റെ ഇലക്ട്രിസിറ്റി ബോർഡിലായിരുന്നു. അപ്പം അങ്ങനെ പല ഭാഗത്തായിട്ട് നിന്നതിൻ്റെ ഭാഗത്ത് പാലക്കാടിൻ്റെ ഒരു പ്രാന്തപ്രദേശങ്ങളിലുള്ള പറളിയുടെയും ഒക്കെ ആയിട്ട് 3-4 സ്കൂൾ, ഇടത്തറ എന്നൊക്കെ. അപ്പം
ഒറ്റ കാര്യമുള്ള വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ സ്കൂളിൽ അവിടെയൊക്കെ പഠിക്കുമ്പോഴും നമുക്കുള്ള വെച്ച് കഴിഞ്ഞാൽ സിനിമയാണ് എൻ്റെ ഒരു അൾട്ടിമേറ്റ് ഏരിയ എന്നുള്ളത്. കാരണം അച്ഛനൊരു തിയേറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സ്കൂൾ കാലം മുതൽ തന്നെ നമ്മൾ സിനിമ കാണുമായിരുന്നു. പടം റിലീസിൻ്റെ അന്ന് വെള്ളിയാഴ്ച മാറ്റിനിക്ക് പോകും. അപ്പോൾ അച്ഛന് ചോറൊക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ട് അവിടുന്ന് വെള്ളിയാഴ്ച മാറ്റിനി കാണും, ഫസ്റ്റ് ഷോ കാണും, സെക്കൻഡ് ഷോ പകുതിയും കണ്ടിട്ടാണ് തിരിച്ചു പോരുക. അപ്പന് ചോറ് കൊടുക്കാൻ പോകുന്നില്ല. അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. ചിലപ്പോൾ അടുത്ത ദിവസവും ശനിയാഴ്ചയും പോയിട്ട് കാണും. ഞാൻ പഠിച്ച സ്കൂള് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സ്കൂളായിരുന്നു. 9:30 to 3:30. അപ്പോൾ അത് കാരണം ഉച്ചയ്ക്ക് ഈ വെള്ളി ശനി ഞായർ തീയതികളിൽ നമ്മൾ സ്കൂളിൽ പോകുന്നതായിരിക്കില്ല. വെരി ഗുഡ്. ഞങ്ങൾക്ക് വീക്കെൻഡ് സാറ്റർഡേയും സൺഡേ ആണോ അവധി? മൗചേട്ടന് മാത്രം ഫ്രൈഡേ സാറ്റർഡേ സൺഡേ. പുതിയ നിയമം. വെള്ളിയാഴ്ചയും കൂടെ സ്കൂളിൽ പോവാതെ ഉച്ചയ്ക്ക് ശേഷം പോവാതെ പടം കണ്ട് തിരിച്ചു വരും. അപ്പം ഞാൻ പടം കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാബിൻ റൂമിൽ ഇരുന്നിട്ടാണ് എൻ്റെ സിനിമ കാണുന്നത്. അപ്പം പ്രൊജക്ടറിൻ്റെ സൈഡിലൊരു ഹോളുണ്ട്. രണ്ടാമത് സ്ലൈഡ് പ്രൊജക്ടർ ഉണ്ടല്ലോ, നമ്മൾ സ്ലൈഡ് അല്ലേ വരുന്ന സിനിമയുടെ പരസ്യങ്ങളൊക്കെ ഇടുന്ന സ്ലൈഡ് ഉണ്ടല്ലോ, അപ്പോൾ സ്ലൈഡിനടുത്തൊരു പ്രൊജക്ടർ ഉണ്ട്. അതിന് തൊട്ടടുത്ത് ഈ സ്ലൈഡ് പ്രൊജക്ടറിൻ്റെ സൈഡിലുള്ള ഒരു ചെറിയൊരു ഹോൾ ഉണ്ടാവും. അത് ആ പ്രൊജക്ടർ മാറ്റുന്ന സമയത്ത് അവിടെ എടുക്കുന്ന ഓപ്പറേറ്ററൊക്കെ നോക്കാൻ വേണ്ടി അവിടെ ഒരു സ്റ്റൂൾ ഇട്ടിട്ട് അതിലിരുന്നിട്ടാണ് ഞാൻ സിനിമ കാണുന്നത്. എപ്പോഴും എൻ്റെ കാഴ്ചയിൽ ഒരു ചുമര് ഇങ്ങനെ ഉണ്ടായിരുന്നുണ്ടാവും. അത് മേ ബി അത് തന്നെ ആയിരിക്കാം എൻ്റെ ഈ സിനിമയിലേക്കുള്ള വരവില്ല. അപ്പം രണ്ടാമത്തെ കാര്യങ്ങളിലൊക്കെ അച്ഛൻ എപ്പോഴും സിനിമയെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു. നമ്മൾ സിനിമ കാണാൻ പോകുമായിരുന്നു. വീട്ടുകാരെല്ലാവരും ചേർന്ന് തന്നെ സിനിമയ്ക്ക് പോകാൻ. അപ്പോൾ ഇതിനകത്ത് ഈ ശരിക്കും പറഞ്ഞാൽ പടം മാറുന്ന ദിവസം ഭക്ഷണത്തെക്കാളുപരി നേരത്തെ കാലത്തെ അവിടെ എത്തുകയും അകത്ത് കയറിയിരിക്കുകയും പടം ആദ്യത്തെ മിനിറ്റ് മുതൽ കാണണം എന്നൊക്കെ പറയുന്ന ഒരു സ്വഭാവമുണ്ട്. അത് ഇന്നും അതേ അവസ്ഥ തന്നെയാണ്. ഫസ്റ്റ് ടൈം ഫസ്റ്റ് ഷോ എന്നുള്ളത് തന്നെ ഇന്നും അതേ രീതി തന്നെയാണ്. അത് കണ്ടില്ലേൽ ഒരു നമുക്ക് എന്താ പറയുക വലിയ മനപ്രയാസമാണ്. സത്യം, എനിക്ക് ഫസ്റ്റ് ഡേ പടം കണ്ടില്ലേ എന്തോ ഒരു നഷ്ടമാണ്. അത് എല്ലാ പടവും കാണും. ഇപ്പോഴും ഇപ്പോൾ ഇറങ്ങിയ പുലിമുരുകനും ജോപ്പൻ അടക്കമുള്ള എല്ലാ സിനിമകളും കണ്ടു കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് സിനിമ കാണാതെ പോയാൽ എന്തോ ഒരു വലിയ നഷ്ടമാണ്. കാരണം ചത്തുപോകുന്നതിന് മരിക്കാൻ കിടക്കുമ്പോഴെങ്കിലും ഒരു സിനിമയ്ക്ക് വിളിച്ചാൽ എഴുന്നേറ്റ് വരുമെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ആദ്യം കണ്ട ഫിലിം എൻ്റെ ഓർമ്മയിൽ അമ്മ എന്നോട് പറഞ്ഞ ഒരു സിനിമ ഉണ്ട്. അതൊരു 90ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ പ്രസവിച്ച 90ാമത്തെ ദിവസം കഴിഞ്ഞിട്ടപ്പോൾ അമ്മ തിയേറ്ററിൽ പോയിട്ടുണ്ട്. അപ്പോൾ അമ്മയുടെ കൂടെ എന്നെ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറയുന്നൊരു കഥ ഉണ്ട്. ഓർമ്മയിലുള്ളൊരു വിഷ്വൽ എന്ന് പറയുന്ന സാധനം എനിക്കൊരു പൂച്ചക്കണ്ണി എന്നുണ്ട് സിനിമയുടെ ഒരു സാധനമായിരുന്നു. അതിനകത്തുള്ളൊരു കുട്ടിയെ ഉപദ്രവിക്കുന്ന ഒരു സീക്വൻസിൻ്റെ ഒരു ചെറിയ പോർഷൻ മാത്രമാണ് ഇപ്പോഴും എനിക്ക് ഒരു വിഷ്വലായിട്ട് എൻ്റെ മനസ്സിൽ കിടക്കുന്നത്. അപ്പോൾ ഒരു കുഞ്ഞൊരു പാല് കൊടുക്കുന്നുണ്ട് ഒരു പൂച്ചയ്ക്ക്, അത് തട്ടിയിടുന്നുണ്ട്. അപ്പോൾ അതിനൊരു അങ്ങനെ എന്തോ ഒരു ചില വിഷ്വൽ മാത്രം ഇപ്പോഴും എവിടെ കിടക്കുന്നത്. ഞാൻ ആ സിനിമ പിന്നീട് യൂട്യൂബിലൊക്കെ തപ്പി നോക്കി. പക്ഷെ അങ്ങനെ ഒരു പടം ലിസ്റ്റിലുണ്ട്, പക്ഷെ കാണാൻ ഒത്തിട്ടില്ല, വിഷ്വലിൽ ഇല്ല, കാണാൻ ഒത്തില്ല. അതാണ് എൻ്റെ ഒരു ഓർമ്മയിലുള്ള സിനിമ. പക്ഷെ പിന്നീട് ഒരുപാട് സിനിമകൾ എണ്ണിയാൽ തീരാത്ത അത്രയും മൊത്തം സിനിമ അല്ലാതെ ഈ എഴുത്തും വായനയും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതിനകത്തൊരു കാര്യമുള്ള സിനിമയ്ക്ക് വേണ്ടിയാണ് ഞാൻ പുസ്തകം വായിക്കാൻ പഠിച്ചതെന്നേ പറയുള്ളൂ. അങ്ങനെ ഒരു ലൈനാണ്. അപ്പം എന്ന് വെച്ചാൽ പണ്ട് 70കളിലൊക്കെ നോവലുകളെയും ചെറുകഥകളെയും ആസ്പദമാക്കിയിട്ടാണ് സിനിമ പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. അപ്പം പാറപ്പുറത്തിൻ്റെയും തകഴിയുടെയും കേശവദേവിൻ്റെയും പിന്നെ ഉറൂബിൻ്റെയും ഒക്കെ കൃതികളൊക്കെ സിനിമയാകുന്നതുണ്ടായിരുന്നു. അപ്പം നമ്മൾ സിനിമ കാണാൻ പോകുന്നതിന് മുമ്പ് സിനിമയുടെ കഥ അറിയണം എന്ന് പറഞ്ഞുകൊണ്ട് നോവൽ വായിക്കാൻ തുടങ്ങും. അങ്ങനെ നോവൽ വായിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് സിനിമയ്ക്ക് പോകുന്നത്. അപ്പം നോവൽ വായിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു കഥ വായിച്ചു കഴിയുമ്പോൾ ഈ നോവൽ എങ്ങനെയാണ് സിനിമയായി മാറിയത് എന്നുള്ളൊരു അവസ്ഥ ഉണ്ടല്ലോ. അങ്ങനെ ഒരു കമ്പാരിസൺ അന്നേ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അത് നമ്മൾ ഒരു ഇൻബോണായിട്ടോ നമ്മൾ അറിയാതെ നമ്മളിൽ ഡെവലപ്പ് ചെയ്തൊരു ഒരു കാലിബർ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം അത് നമ്മൾ ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ എഴുതാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്, കഥ പറയാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ പടം കണ്ടു കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കുട്ടികളോട്, നമ്മുടെ സുഹൃത്തുക്കളായ ആൾക്കാരോട് ഇതിൻ്റെ കഥ പറയുമായിരുന്നു. അപ്പം ആ കഥ പറയുമ്പോൾ ശരിക്ക് ഞാൻ കണ്ട സിനിമയുടെ കഥയൊക്കെ ഒപ്പം തന്നെ ചിലപ്പോൾ വായിച്ച നോവലിൻ്റെ
ഇതും കൂടെ ബ്ലെൻഡ് ചെയ്തുകൊണ്ടൊക്കെ ചിലപ്പോൾ പറയാറുണ്ടായിരുന്നു. പാലക്കാടല്ലേ മനുഷ്യന്റെ വീട്? മനുഷ്യന്റെ ഡയറക്ട് ചെയ്ത മൂവിയിലെ ഒഴിമുറി, അതിനകത്ത് പക്ഷെ അതിനകത്തെ ഭാഷ എൻറ്റയർലി ഡിഫറെന്റ്. അത് തെക്കൻ തിരുവിതാംകൂറിന്റെ ഡയലക്ട്സ് ആണ്. എൻ്റെ കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് നോൺ ഡീറ്റെയിൽ ആയിട്ട് മലയാളം നോൺ ഡീറ്റെയിലിൽ ഒരു പോർഷൻ ഉണ്ടായിരുന്നു. മാർത്താണ്ഡവർമ്മ ഉണ്ടായിരുന്നു, സി വി രാമപിള്ളയുടെ മാർത്താണ്ഡവർമ്മയുടെ ഒരു പോർഷൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം അത് നമ്മൾ പുസ്തകം കിട്ടിയപ്പോൾ നമ്മൾ വായിച്ചു നോക്കി, എനിക്കൊന്നും മനസ്സിലായില്ല. ഒന്നാമതൊരു പിടുത്തമില്ലാത്ത ഒരു ഡയലക്ട്സ് ഒക്കെ ഉണ്ട് എഴുതിയതൊക്കെ. അപ്പം എന്നെ പഠിപ്പിച്ച മാഷ് ഈ പ്രദേശത്തുള്ള ഒരാളായിരുന്നു. അദ്ദേഹം അത് വായിച്ചപ്പോൾ ശരിക്കും അതിൻ്റെ അതിൻ്റെ ഒരു എനർജി ഉണ്ടല്ലോ, ആ വായനയുടെ ഒരു ഭാഷയുടെ ഒരു എനർജി കിട്ടി. പിന്നീട് കുറേ കാലം കഴിഞ്ഞ് ഞാൻ വീണ്ടും തിരുവനന്തപുരത്ത് താമസിക്കാൻ തുടങ്ങി. എൻ്റെ ഭാര്യയെ ആകുന്നതിന് മുമ്പ് ഞാൻ അവളെ കാണാൻ വേണ്ടിയിട്ട് ഈ പൂവാർ, വിഴിഞ്ഞം പോലുള്ള പ്രദേശങ്ങളിൽ വണ്ടി വന്നിറങ്ങും. അവിടെ കേൾക്കുന്ന ആൾക്കാർ പറയുന്ന ഭാഷ ഒരു പരിധിവരെ എൻ്റെ സ്കൂളിൽ പഠിപ്പിച്ച നോൺ ഡീറ്റെയിലിലെ ഒരു സമാനമായിട്ടുള്ളൊരു ഭാഷ കിട്ടി. തെക്കൻ തിരുവിതാംകൂർ ലാംഗ്വേജിലേക്ക് പിന്നീട് തിരുവനന്തപുരത്ത് താമസം തുടങ്ങിയപ്പോൾ ഞാൻ നിരന്തരമായിട്ട് ഈ കന്യാകുമാരി ജില്ലയിലേക്ക് യാത്ര ചെയ്യുവാറ്റും. ആ യാത്രയാണ് ഒരർത്ഥത്തിൽ അവിടുത്തെ ഒരു ഡയലക്ട്സ് എനിക്ക് ഇഷ്ടമാക്കിയത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ജയമോഹൻ എന്ന് പറയുന്ന റൈറ്റർ ഞാൻ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഉറവിടങ്ങൾ എന്നുള്ളൊരു പുസ്തകത്തിൽ നിന്നാണ് ഈ ഒഴിമുറിയൊക്കെയുള്ള മെറ്റീരിയൽ നമ്മൾ കണ്ടെത്തുന്നത്. അത് സിനിമ ചെയ്യാൻ ആലോചിക്കുകയും സ്ക്രിപ്റ്റ് ചെയ്യും. അതിൻ്റെ ഡയലക്ട്സ് പരിപൂർണമായിട്ടും അവിടെയുള്ള ആൾക്കാരെയൊക്കെ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുകയും ചെയ്തു. ചേട്ടാ, ഞാനൊരു കാര്യം ചെയ്തിട്ട് എനിക്ക് മനസ്സിലാവാത്തന്നെ ഈ ഒഴിമുറി എന്നതിനാ പേരിട്ട്, അതെന്നാ ചേട്ടൻ്റെ അർത്ഥം എന്നാ? അത് ശരിക്ക് ഈ നമ്മൾ അതൊരു ഈ എന്താ പറയുക കോടതി ഭാഷയാണ്, വ്യവഹാര ഭാഷ തന്നെ. കോടതിയിൽ ഒക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള നമ്മൾ പറയുന്നത് രണ്ടുപേര് തമ്മിലുള്ള എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നു. ആ എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ട് അത് കൃത്യമായിട്ട് ഒരാളിൽ നിന്നും വിട്ടുപോവുകയാണെങ്കിൽ, രണ്ടും സെപ്പറേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ, ആ ഒറിജിനൽ ഡോക്യുമെന്റിനെ രണ്ടായി പകുക്കും. ചെറുതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേര് തമ്മിലുള്ള എഗ്രിമെന്റിനെ കോടതി പറയുന്നു നമ്മൾ രണ്ടുപേര് തമ്മിൽ പിരിയുന്നു. ഞാനും ആനും തമ്മിലൊരു എഗ്രിമെന്റ് ഉണ്ടാകുന്നു. ആ എഗ്രിമെന്റ് നമ്മൾ രണ്ടാളും പിരിയുകയാണ്. ആ പിരിയുമ്പോൾ നിങ്ങൾക്കും ഒരു എഗ്രിമെന്റ് വേണം, എനിക്കും ഒരു എഗ്രിമെന്റ്. ഇപ്പൊ ഒരു സ്വത്തിന്റെ ഈ പ്ലേറ്റ് നമ്മൾ രണ്ടാളുടെയാണ്. പക്ഷേ ഈ പ്ലേറ്റ് നമ്മൾ മാറ്റുന്നു എന്ന് പറയുമ്പോൾ ഇതിന്റെ പേരിൽ നമ്മൾ മാറ്റുമ്പോൾ നമുക്ക് രണ്ടാൾക്കും ഇതിനകത്തുള്ള അവകാശങ്ങൾ രണ്ട് രീതിയിലാണ്. നിങ്ങൾക്കും അവകാശമുണ്ട്, എനിക്കും അവകാശമുണ്ട് എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ എൻ്റെ അവകാശം നിങ്ങൾ ഒന്നുകിൽ ഞാൻ പൈസ തന്ന് തീർക്കും, അല്ലെങ്കിൽ ഇങ്ങോട്ടായിരിക്കും. അങ്ങനെ തീർക്കുമ്പോൾ ഇതിനകത്ത് ഇനി അവകാശമില്ല എന്ന് പറഞ്ഞിട്ട് ആ ഡോക്യുമെന്റിനെ സെപ്പറേറ്റ് ചെയ്യും. ഒഴിമുറി എൻ്റെ ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്യുമെന്റ് ഓഫ് സെപ്പറേഷൻ ആണ്. സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നതിന്റെ, വേർതിരിക്കപ്പെടുന്നതിന്റെ ഒരു ഡോക്യുമെന്റ്. അത് ഒരു പരിധിവരെ തെക്കൻ തിരുവിതാംകൂറിൽ ഡിവോഴ്സിനും ഈ പറയുന്ന വാക്ക് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ സ്ത്രീകളുടെ സ്വത്ത് കല്യാണം കഴിക്കുന്നതോടുകൂടി പുരുഷനും കൂടി എഴുതി കൊടുക്കും, ഭർത്താവിനും കൂടെ എഴുതി കൊടുക്കും. ആ എഴുതി കൊടുത്തു കഴിഞ്ഞിട്ട് രണ്ടുപേരും പിരിയുന്ന സമയത്ത് പിരിയാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഭാര്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ആ പറമ്പായാലും അത് പണമായാലും അത് വെച്ചിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഈ ആദ്യത്തെ കാലത്ത് എഗ്രിമെന്റ് വരുന്നത് എവിടെയാണ്? കല്യാണം ഒരു എഗ്രിമെന്റാണ്. തിരിച്ചു കഴിഞ്ഞ് ഇത് പിരിഞ്ഞു പോകുമ്പോൾ ഈ ഭാര്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള സ്വത്ത് ഭർത്താവ് ഭാര്യയ്ക്ക് തിരിച്ചു കൊടുക്കണം. തിരിച്ചു കൊടുത്തുകൊണ്ട് മാത്രമേ ഒഴിയാൻ പറ്റുള്ളൂ. വീട്ടമ്മമാരൊക്കെ എന്തൊരു പൊട്ട, ഇങ്ങനെയൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ പണ്ഡിതന്മാരുടെ വർത്താനം കേൾക്കണം, എന്നാലേ ഒക്കത്തുള്ളൂ. അതാ പറയുന്നത്, വീട്ടമ്മമാർ എന്നെ പോലെ ആവില്ല, ഇച്ചിരിയൊക്കെ വായിക്കും, എന്നാലേ ഒക്കത്തുള്ളൂ. എന്നാലും ഞാൻ ബാക്കി കാര്യങ്ങൾ ചോദിക്കട്ടെ. മജിത, ഒരു കാര്യം സീരിയസ് ആയിട്ട് ഒരു കാര്യം ചോദിക്കാം. പക്ഷെ എന്നാലും ചോദിക്കട്ടെ, ഒരു സീരിയസ് കാര്യം. എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ സിനിമയിലേക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെ കൂടെ ട്രാവൽ ചെയ്യുന്ന ഒരാളാണ് മെർച്ചന്റ് ഫ്രം ദ ബിഗിനിങ്. അപ്പൊ ഫ്രം ദ ബിഗിനിങ്, ഫ്രം യു സ്റ്റാർട്ടഡ് ടു ദ എൻഡ്, ഇപ്പം വരെ ഉണ്ടായ ഒരു ഡിഫറൻസ് അല്ലേ? പ്രേക്ഷകർക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ സിനിമയ്ക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ട്. ടെക്നോളജി മാറിയിട്ടുണ്ട്. ടെക്നോളജി മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ വ്യത്യാസം ഇപ്പോൾ നടക്കുന്നതാണ്. പിന്നെ ആളുകളുടെ ഒരു ടേസ്റ്റ് മാറ്റം ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ പണ്ട് നമ്മൾ പറയുമ്പോൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പുസ്തകം എഴുതുമ്പോൾ സാഹിത്യ ഒരു കൃതി സിനിമയാക്കുമ്പോൾ ആ പുസ്തകവും സിനിമയും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്പം അത് കഴിഞ്ഞതിന് ശേഷം പണ്ടുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നും മാറ്റിയിട്ട് എന്തൊക്കെ തരത്തിലുള്ള പുതിയ കാഴ്ചകൾ കാണാൻ പറ്റും അത് സിനിമയിലേക്കും വരുന്നുണ്ട് എന്നുള്ളതാണ്. ഒത്തിരി ലേറ്റസ്റ്റാ. പക്ഷെ ഇപ്പൊ പറയുന്ന ഒരു ന്യൂജൻ ട്രെൻഡ് ഉണ്ടല്ലോ, അത് ചേട്ടന് പല പ്രാവശ്യം ഞാൻ വായിച്ചിട്ടുണ്ട്. അത് അങ്ങോട്ട് അംഗീകരിക്കാനല്ല, ന്യൂജൻ എന്ന് പറയുന്നത് പണ്ടും ഉണ്ടായിരുന്നതാണ്.
പണ്ട് കാലത്തും ന്യൂജൻ എന്ന് പറയുന്ന അവസ്ഥ അന്നത്തെ ജനറേഷൻ ഉണ്ട്. അപ്പം പണ്ട് വളരെ സിമ്പിൾ തിയറിയാണ് ഞാനിത് പറയുന്നത്. ഈ പണ്ട് സ്റ്റുഡിയോയിൽ മാത്രമായിട്ട് സിനിമ ചെയ്തിരുന്ന ഒരു കാലത്ത് നിന്ന് മാറിയിട്ട് ഔട്ട്ഡോറിലേക്ക് വന്നപ്പോൾ ഔട്ട്ഡോറിൽ പടം ചെയ്യാൻ ചെയ്യുന്നത് PN മേനോനെ പോലെയുള്ള വലിയ സംവിധായകരുണ്ടായിരുന്നു. അവരത് ചെയ്തപ്പോൾ ഔട്ട്ഡോർ മാത്രം വെച്ചുകൊണ്ട് ചെയ്തപ്പോൾ ന്യൂജനാണത്. പിന്നീട് KG ജോർജ് എന്ന് പറയുന്ന ഫിലിം മേക്കർ വന്നു, ഭരതൻ എന്ന് പറയുന്ന ഫിലിം മേക്കർ വന്നു. ഇവരൊക്കെ ചെയ്യുന്നതും ഇതേ പറഞ്ഞ, കാരണം അതുവരെ ഓടിക്കൊണ്ടിരിക്കുന്ന റീലല്ല, വേറെ പുതിയ റീലുകളാണ് അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഇന്നലെ വന്ന സ്വഭാവങ്ങളല്ല. നമുക്ക് ടെക്നോളജി, ഇപ്പോൾ കമ്പ്യൂട്ടറിനെ കുറിച്ച്, കമ്പ്യൂട്ടറിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും അത് വെച്ചുകൊണ്ടുള്ള ജീവിതം എന്ന് പറയുന്നത് പഴയ ഒരു ജനറേഷനോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ഒരു ലൈഫ് ഉണ്ട്, കമ്പ്യൂട്ടറിന് ഉപയോഗിക്കുന്ന ഭാഷയുണ്ട്. കമ്പ്യൂട്ടറിനെ കുറിച്ച് സംസാരിച്ചു പോകുമ്പോൾ അവർ പറയുന്ന സംസാരത്തിൽ പോലും ആ മെറ്റീരിയൽ വെച്ചുകൊണ്ടാണ് അവർ സംസാരിക്കുള്ളൂ. അത് പഴയ ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. അതാത് കാലങ്ങളിൽ പുതിയ പുതിയ ജനറേഷൻ ഉണ്ടാവുന്നുണ്ട്. ആ ജനറേഷൻ 100% സിൻസിയർ ആയിട്ട് ഉണ്ടാവണം എന്ന് മാത്രമേ ഞാൻ പറയാറുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ 100% നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ലോകത്തിന് ഗുണകരമാകുന്ന ഒരു വർക്കായിരിക്കണം. ഡയറക്ഷനല്ലായിരുന്നു മർജുന് ഭയങ്കര ഇഷ്ടം. പക്ഷേ അതിൽ നിന്ന് നടനിലോട്ട് എങ്ങനെ ഡിവേറ്റ് ചെയ്തത്? അത് സുന്ദരനായതുകൊണ്ടായിരിക്കും. സുന്ദരനല്ലേ? സുന്ദരനായതുകൊണ്ടൊന്നും അങ്ങനെ എന്നേക്കാൾ എത്രയോ സൗന്ദര്യമുള്ള ആൾക്കാരെ അന്നും ഉണ്ട്. അന്നും ഇന്ന് സുന്ദരനാണ് ഇനിയുള്ള കാര്യം പറഞ്ഞു. അന്നും ഇന്നും എന്നേക്കാൾ സൗന്ദര്യമുള്ള ആളുകൾ ഉണ്ടെന്നേ. പക്ഷെ എന്നാലും ഡയറക്ഷൻ അഭിനയിക്കാനല്ലേ? അല്ല, അതിന് അഭിനയിക്കാൻ പോയതല്ല, അഭിനയിക്കാൻ സംഭവിച്ചു പോയതാ. ഞാൻ രാജീവ് അഞ്ചലിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. രാജീവേട്ടൻ്റെ കൂടെ തങ്കക്കൊലുസ് എന്നൊരു തമിഴ് പടത്തിലാണ് ചെയ്യുന്നത് ഫസ്റ്റ്. അതിനു മുമ്പ് നമ്മളൊരു പടം ചെയ്തിരുന്നു, ഓസ്ട്രേലിയ എന്നൊരു പേരിലൊരു പടം തുടങ്ങി, പക്ഷെ നിന്ന് പോയത്. അതാണ് ഞാൻ പുള്ളിയോടൊപ്പം ആദ്യമായിട്ട് ചേരുന്നത്. തങ്കക്കൊലുസ് എന്ന തമിഴ് പടത്തിൽ ശരിക്കും ഒരു പത്മനാഭപുരം പാലസിലാണ് അത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഷൂട്ടിൻ്റെ സമയത്ത് ഒരു 7 ദിവസത്തെ പെർമിഷൻ നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പോൾ ഒരു ക്യാരക്ടറുണ്ട് അതിനകത്തൊരു അത് പാലസ് ഒരു മ്യൂസിയമാണ്. മ്യൂസിയത്തിൻ്റെ ഒരു ക്യൂറേറ്ററുടെ റോളുണ്ട്. അപ്പോൾ അതിനകത്തൊരു ക്യൂറേറ്ററായിട്ട് അഭിനയിക്കാൻ വേണ്ടി നമ്മൾ ആലോചിച്ച് വെച്ചിരുന്നത് NL ബാലകൃഷ്ണൻ്റെ. കാരണം ബാലകൃഷ്ണൻ്റെ ഒരു അപ്പിയറൻസ് ഭയങ്കര താടിയും വലിയ മുടിയൊക്കെ ആയിട്ടുള്ളൊരു അപ്പിയറൻസ് ഉള്ള വിഷയം. 7 ദിവസത്തെ പെർമിഷൻ ഉണ്ട്, ഡേ ആൻഡ് നൈറ്റ് ഷൂട്ട് അവിടെ. ഓരോ ദിവസവും രാവിലെ ആകുമ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട്, അന്ന് ഈ ഇന്നത്തെ കാലത്ത് മൊബൈൽ ഒന്നുമില്ല, അപ്പം ബൂത്തിൽ കയറിയിട്ട് ബാലകൃഷ്ണനെ എൻ്റെ അവിടെ വിളിക്കും. അപ്പോൾ ബാലകൃഷ്ണൻ പറഞ്ഞു നാളെ അവിടെ പറയാം, മറ്റന്നാൾ പറയാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക. അന്ന് അദ്ദേഹം IVCCയുടെ കള്ളനും പോലീസും എന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കാം. അങ്ങനെ 6ാമത്തെ ദിവസമായി. ഒരു ദിവസം കൂടെ ഉള്ളൂ, 7ാമത്തെ ദിവസം പെർമിഷൻ തീരും, രാത്രിയോടെ തീരും. അപ്പം എന്ത് ചെയ്യുന്നുള്ളതായി. അന്ന് എനിക്ക് ഇത്രയും കൂടെ താടിയൊക്കെ ഉണ്ട് കേട്ടോ, മുടിയൊക്കെ വളർന്നിട്ടുണ്ട്. കാരണം കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഷൂട്ട് എന്ന് പറയുന്ന ലൈനാണ്. ആകെ വല്ലാത്തൊരവസ്ഥ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ഇനിയിപ്പോൾ ഒന്നും ആലോചിക്കാനില്ല, നീ അങ്ങ് ആ മ്യൂസിയം ക്യൂറേറ്ററുടെ റോൾ അങ്ങ് ചെയ്യാറുണ്ട്. അങ്ങനെ തമിഴിലാണ് ഞാൻ തുടങ്ങുന്നത്, ആദ്യമായിട്ട് അഭിനയിക്കുന്നത് സിനിമയിലിട്ട്. ആ പടം റിലീസായില്ല. അത് കഴിഞ്ഞ് രണ്ടാമത് ചെയ്യുന്നത് ബട്ടർഫ്ലൈസ് എന്നൊരു സിനിമ വരും. അതിനകത്തും ഇതേപോലെ ഐശ്വര്യയായിരുന്നു, ലാൽസാറിൻ്റെ ഐശ്വര്യ ഉണ്ട്. അപ്പോൾ ഐശ്വര്യയ്ക്ക് 2 ഡബിൾ റോളായിരുന്നു. അതിൽ ഒരു ഐശ്വര്യയ്ക്ക് ഒരു കാമുകനുണ്ട്, അയാൾ മരിച്ചു പോകുന്നുണ്ട്. അപ്പം ആ ഫോട്ടോസ് മാത്രമാണ് ഗണേശൻ കാണിക്കുന്നതൊക്കെ ഉണ്ട്. ഇങ്ങനെ പഴയ കാലം, പൂർവ്വകാലം എന്നൊക്കെ പറഞ്ഞില്ല, അയാളെ കൊന്നതിനെയും ഒക്കെ നാസറിൻ്റെ കഥയൊക്കെ പറഞ്ഞു. ആ ഫോട്ടോയെ ആയിട്ട് ഞാൻ അഭിനയിച്ചു. അങ്ങനെ ആ ഒരു ഫോട്ടോ ആയിരുന്നു അത്. അത് കഴിഞ്ഞതിന് ശേഷം ഫോട്ടോ ആയിട്ട് ഞാൻ അഭിനയിച്ചത്. ഫോട്ടോ കാണിച്ചു, വേറെ എന്നാ ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെയാണ് കാശ്മീരം ചെയ്യുന്നത്. കാശ്മീരത്തിൽ ഇതേപോലെ വേറൊരാൾക്ക് വെച്ചിരുന്നു, അയാളെ വെച്ച് അഭിനയിക്കാൻ തുടങ്ങി. ഒരു ദിവസം മുഴുവൻ മെനക്കെട്ടു, നടന്നില്ല. പിന്നെയുള്ള ദിവസങ്ങളിലെല്ലാം ഇതേപോലെ ഈ ക്യാരക്ടറിൻ്റെ പോർഷൻസാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തത്, സോങ് പ്ലാൻ ചെയ്തതെല്ലാം. ഒരു ഓവർനൈറ്റ് കൊണ്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ കയറി അഭിനയിച്ചു. അത് ഇതാ ഇപ്പോഴും പടം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ലാൽ സാറിനെ വെച്ചിട്ട് ഒരു ഫൺ ഫിലിം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി, നീങ്ങുന്നുണ്ട്. അതിനൊരു പ്രോജക്റ്റ് ഉണ്ട്, ഫൈനൽ ലെവലിലേക്കൊന്നും എത്തിയിട്ടില്ല. സ്ക്രിപ്റ്റ് ഒക്കെ തീർന്നിട്ടുണ്ട്, ബാക്കി കാര്യങ്ങൾ ഇങ്ങനെ നീക്കാൻ കുറച്ചൊരു വലിയ, അത് ശരിക്കും വേറെ തരത്തിലുള്ള സ്വഭാവമുള്ളൊരു സിനിമയാണ്. അപ്പോൾ അടുത്ത് ഇപ്പം ഞാൻ ഇമ്മീഡിയറ്റ് ചെയ്യുന്ന ഒരു ചെറിയ ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്. ഒരു 10 ഡയറക്ടേഴ്സിൻ്റെ ക്രോസ് റോഡ് എന്നുള്ള വലിയ 10 ഡയറക്ടേഴ്സ്, രാജീവ് രവി, ലീലാന്ദ്രൻ, അതിനകത്തൊരു പടം, ശശി പറവൂർ, അങ്ങനെ അശോക് ആർനാഥ്, രാജേഷ്, അങ്ങനെ ഒരു കുറച്ച് പേരാണ്. അപ്പോൾ അതിനകത്ത് അവിര റബേക്ക ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഞാനൊരു പടം ചെയ്യുന്നുണ്ട്. പത്മപ്രിയാണ് അതിനകത്ത് ലീഡ്. PF മാത്യൂസാണ് സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. 10 സ്ത്രീകളുടെ ഡിഫറെൻറ്റ് മൂഡ്സ്, അവരുടെ
ലൈഫ്, അവരുടേതായ ഒരു എന്താ പറയുക പെർസെപ്ഷൻസ് വരുന്ന 10 സിനിമകളാണ്. 10 to 15 മിനിറ്റ്സിൻ്റെ ഡ്യൂറേഷനിലുള്ള 10 സിനിമകളാണ്. അത് ചെയ്യുന്നു. അതിപ്പം ഈ നവംബറിൽ ചെയ്യുന്നു. അതുകൂടാതെ ബിജു ജയസൂര്യ പ്രോജക്റ്റ് ഉണ്ട്, ജീവൻ എന്നിട്ടൊരു പുതിയ റൈറ്റർ എഴുതുന്ന. ചെയ്ത മൂവീസ് എല്ലാം ഭയങ്കര ഒരു ഹിസ്റ്റോറിക്കൽ ടച്ച് ഉണ്ട് അതിന്. ഈ തലപ്പാവായാലും ഒഴിമുറിയാണെങ്കിലും ഹിസ്റ്ററി എനിക്ക് ഇഷ്ടമാണ്. ഞങ്ങളൊക്കെ പഠിച്ചപ്പോ ഹിസ്റ്ററി പഠിക്കാൻ പറ്റാ പാട്. നമ്മൾ ഹിസ്റ്ററി പഠിച്ചില്ലേ പിന്നെ ഒന്നും പഠിക്കുന്നില്ല. നേരാ, പക്ഷെ അത് തലയിലോട്ട് കേറട്ടെ. കൊല്ലവർഷവും പിന്നെ അതിന്റെ ടൈമും ഡേറ്റും ഒക്കെ ഉള്ളതിലാണ് അതാണ് അതിനകത്ത് ആകെക്കുള്ളൂ. അതങ്ങ് മറന്നേക്കേ. ഓ എന്റെ ദൈവമേ, അതായിരിക്കും ചോദിക്കുന്നത്. എന്നാല് അതങ്ങ് മറന്നേക്കുന്നത്, അതൊന്നും കാര്യമില്ലെന്ന്. ഏത് വർഷമാ പാനിപ്പത്ത് യുദ്ധം നടന്നതെന്നും പിന്നെ എന്നാ ബാബർ മുഗൾ ഇത് സാമ്രാജ്യം ഉണ്ടാക്കുന്ന നമുക്ക് പറഞ്ഞ സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നും കാര്യമൊന്നുമില്ലെന്ന്. പിന്നെ ഇതിൽ എന്നതാ പഠിക്കണ്ടേ? ഹിസ്റ്ററി അതേ ഉള്ളൂ. പക്ഷെ അത് വിട്ടിട്ട് അതിനൊരു ഇത് മുഴുവൻ എങ്ങനെയാ ഉണ്ടായത്, എന്താ എൻ്റെ ഒരു എവല്യൂഷൻ ഉണ്ട്, എൻ്റെ ഒരു റെവല്യൂഷൻ ഉണ്ട്, ഇത് രണ്ടും ഉണ്ട് അതിനകത്ത്. ഇത് മനസ്സിൽ കയറ്റിയാൽ മതി. എനിക്കത് ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ. പിള്ളേരെ വലിയ പ്രയാസപ്പെടുക ഇത് പഠിക്കാനേ, അവർക്കൊരു നല്ലൊരു വഴി പറഞ്ഞു കൊടുത്തേ വേഗം പഠിക്കാൻ. ഇല്ല, ഇത് ഒന്നും വേണ്ട. നമുക്ക് ഇതിനോട് ഇഷ്ടമുണ്ടാവുക എന്നുള്ളതാണ് പരമപ്രധാനം. അതിനോട് സ്നേഹം ഉണ്ടാവുക, അതിനെ പ്രേമിക്കുക എന്നുള്ളതാണ്. പിള്ളേരെ വലിയ പ്രതീക്ഷ ഉണ്ട്. എന്നാ ഒരു കാര്യം ചെയ്യും, പ്രേമത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ചേച്ചി കണ്ടുമുട്ടിയെന്ന് പറഞ്ഞു. ഞാൻ എറണാകുളത്തുനിന്ന് പാലക്കാട്ടേക്ക് പോകുമായിരുന്നു. എറണാകുളം ചെന്നൈ ബസ്, അന്ന് എറണാകുളം മദ്രാസ്, അന്ന് ചെന്നൈ അല്ല, അന്ന് എറണാകുളം മദ്രാസ് ബസ്, തിരുവള്ളൂർ ബസ്. അപ്പോൾ ഞാനങ്ങ് തൃശ്ശൂർ എത്തുന്നു, ഞാൻ വണ്ടി. അപ്പോൾ എൻ്റെ അടുത്തിരുന്ന ആളും പാലക്കാടേക്ക് ടിക്കറ്റൊക്കെ എടുത്ത ആളാണ്. അപ്പം അയാൾ തൃശ്ശൂർ സ്റ്റേഷനിൽ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുന്നു. അപ്പോൾ എന്നോട് ഞാൻ ചോദിച്ചു ഇറങ്ങുവാണെന്ന് ചോദിച്ചു. അതൊന്നും മിണ്ടാതെ അയാൾ ഇറങ്ങിപ്പോയി. ബസ് വിട്ടു, അയാൾ വന്നില്ല. അപ്പം ഞാൻ കണ്ടക്ടറോട് വിളിച്ചു പറഞ്ഞു ഒരാൾ ഇറങ്ങിയിട്ടുണ്ട്, അയാൾ കയറിയിട്ടില്ല എന്നു. അപ്പോൾ പുള്ളി ഒന്നും ഇല്ല, പുള്ളി തമിഴനാണ്, ഒന്നും മൈൻഡ് ചെയ്തില്ല. അപ്പോൾ കുറച്ചൊരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഒരാൾ ഒരു പെൺകുട്ടി ഇങ്ങനെ നടന്നു വന്ന് ഇവിടെ ആളുണ്ടെന്ന് വെച്ചു. നമ്മൾ ഇവിടെ ആളുണ്ടായിരുന്നു, അയാൾ ഇറങ്ങിപ്പോയിട്ടുണ്ട്, അയാൾ കയറിയിട്ടില്ല, ബസ് സ്റ്റാൻഡിൽ നിന്ന് വിട്ടിട്ടുണ്ടെന്നു. അപ്പോൾ അയാളോട് ഇരുന്നു. കണ്ടക്ടറെ ഞാൻ പറഞ്ഞതൊന്നും കേൾക്കുകയോ പിടിക്കുകയോ ഒന്നും ചെയ്തൊന്നുമില്ല, അയാളുടെ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഞാൻ അവിടെ ഇരുന്നു. ബസ് വിട്ട് മണ്ണൂത്തി കഴിഞ്ഞു കുതിരാനിലേക്ക് കയറിയ സമയത്താണ് കണ്ടക്ടർ ഇവിടേക്ക് വരുന്നത്. വന്നു കഴിഞ്ഞപ്പോൾ ആ ബസ്സിനകത്ത് ഒരൊറ്റ പെൺകുട്ടിയില്ലായിരുന്നു. ഈ ഒരൊറ്റ പെൺകുട്ടിയാണ് ആകെ കയറിയത്. അപ്പോൾ അയാൾ വന്ന് നോക്കിയപ്പോൾ ഇത് എവിടെ നിന്ന് കയറിയമ്മ എന്തായി എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു തൃശ്ശൂരിൽ നിന്നാണ് കയറിയതുണ്ട്. അപ്പോൾ അയാൾ ആക്ച്വലി പാലക്കാട് വരെയുള്ള ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞതാണ്. ഞങ്ങൾക്ക് ഇത് രണ്ടാമത് ടിക്കറ്റ് കൊടുക്കാൻ പറ്റില്ല, ഇവരെ ഇറക്കി വിടണം എന്നുള്ളതാണ്. പക്ഷെ അവരെ ഇറക്കി വിടാതിരിക്കാൻ വേണ്ടി ഞാനും പറഞ്ഞു, കാരണം വെച്ച് കഴിഞ്ഞാൽ സന്ധ്യ ആയിട്ടുണ്ട്, അപ്പോഴേക്കും 4 മണി 5 മണി 6 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇറക്കി വിടണ്ടെന്ന് പറഞ്ഞ് പാലക്കാട് വരെ കൊണ്ടുപോയി. അങ്ങനെ അന്ന് പരിചയപ്പെട്ട ഒരു സ്ത്രീയാണ് ഇന്ന് എൻ്റെ 2 കുട്ടികളുടെ അമ്മ. ഇത് ഞങ്ങൾക്ക് സംഭവം മനസ്സിലായി. ബാക്കി ചേച്ചിയോട് പറഞ്ഞ കാര്യമൊക്കെ ഒന്ന് പറഞ്ഞു. ഇത് സിനിമാ കഥ പോലെ ഉണ്ട്. ഇത് പാലക്കാട് കൊണ്ട് വിട്ടു. പാലക്കാട് കൊണ്ട് ഞാൻ അവർക്ക് പോകാനുള്ളത് മലമ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കായിരുന്നു. മലമ്പുഴയ്ക്കുള്ള ബസ്സിൽ ഞാൻ അവിടുന്ന് ഒരു ഓട്ടോറിക്ഷ കയറ്റി മലമ്പുഴ ബസ് പോകുന്ന ആ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയിട്ട് മലമ്പുഴയ്ക്കുള്ള ബസ് കയറ്റി വിട്ടു. ഇത് അന്നേ കുറിച്ച് കുറിച്ചൊന്നിട്ടില്ല, അന്നൊന്നും കുറിച്ചിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ അന്ന് അവർ പനങ്ങാട് ഫിഷറീസ് കോളേജിൽ റിസർച്ച് ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഒരു പനങ്ങാട് ഒരു പള്ളിയിലൊരു കല്യാണത്തിന് വേണ്ടി പോകുമ്പോഴാണ് ഈ കോളേജ് കാണുന്നത്. അപ്പോൾ പിന്നെ കോളേജിൽ കയറുന്ന പഴയ ഒരു പരിചയം പുതുക്കാവല്ലോ എന്ന് വിചാരിച്ചാൽ ചെന്ന് പരിചയപ്പെട്ടാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഇതാ. അപ്പം അവിടെയുള്ള അവളുടെ ഫ്രണ്ട്സിനോട് അവൾ പറഞ്ഞിരുന്നു ഇയാളാണ് അന്ന് ബസ്സേ കയറ്റി വിട്ടത് തോന്നുന്നു. അത് കഴിഞ്ഞു, കാഷ്വലായി കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നീട് അങ്ങനെ ആവുമോ? അത്രയൊന്നും ഇല്ല. എന്നാലും ഇങ്ങനെ പറയണ്ട, ആണെന്നുള്ളവരെ ഉറപ്പിച്ചു. ഇനി ബാക്കി പറഞ്ഞാൽ മതി. പിന്നെ ഒന്നുമില്ലെന്ന്. പിന്നെ അത് കഴിഞ്ഞൊരു 1 മാസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് ജോലി കിട്ടി, ഞാനങ്ങ് തിരുവനന്തപുരത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ തിരുവനന്തപുരത്തേക്ക് പോയി. തിരുവനന്തപുരത്തേക്ക് പോയി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഏകദേശം ഒരു വർഷത്തോളം ഞങ്ങൾ യാതൊരു കോണ്ടാക്ട് കണ്ടിട്ടില്ല, കത്തുകൾ എഴുതുമായിരുന്നു. അപ്പോഴും ഞങ്ങൾ കല്യാണം കഴിക്കാനോ പ്രണയിക്കാനോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. തിരിച്ച് ഞാൻ തിരുവനന്തപുരത്ത് വന്നു.
ഇവർ കണ്ടു, വർത്തമാനമൊക്കെ പറഞ്ഞു, ഞങ്ങൾ പോന്നു. ഞാൻ പോന്നു കഴിഞ്ഞാൽ ആ ട്രിപ്പിൽ അന്ന് അവർ തിരിച്ച് കരുനാഗപ്പള്ളിയാണ് വീട്. ബസ്സിൽ തിരിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് യാത്ര ചെയ്തു. അവർ കരുനാഗപ്പള്ളി ഇറങ്ങി, ഞാൻ തിരിച്ച് എറണാകുളത്തേക്ക് പോവുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തീരുമാനിച്ചത് കല്യാണം കഴിക്കാം എന്നുള്ളത്, ഒന്നിച്ച് ജീവിക്കാം എന്നുള്ളത്. പിന്നീട് വീട്ടുകാരോടൊക്കെ പറഞ്ഞു. അതിനിടയിലും കുറച്ച് സംഭവങ്ങളുണ്ട്, ഞാൻ പറയുന്നില്ല. ഇതിന്റെ ഇടയിൽ ഒരു കാര്യമുണ്ട്, അത് ഞാൻ പറയല്ലെന്ന് പറയും. പിന്നെ എന്നതിന് ഇപ്പൊ പറഞ്ഞേ അത് പറയണ്ടെന്ന് വിശ്വാസത്തിലുള്ളൂ. അന്ന് പിന്നെ കേട്ടേ പറ്റുള്ളൂ. ഒന്നുമില്ലെന്ന് ഒന്ന് പിന്നെ പറഞ്ഞു എന്നതിന് ഇച്ചിരി ഒന്ന് പറഞ്ഞേ. ഒന്നുമില്ല പിന്നെ എന്നതാ പറയത്തില്ലെന്ന് പറഞ്ഞു. അതൊന്നും ബിൽഡപ്പ് വേണ്ടേ? അത് ഇച്ചിരി കൂടി പോയി. അതവിടെ കിടക്കട്ടെ, ഞാനൊരു ഗ്യാപ്പ് തരാം. എപ്പോഴേലും ഇനി എപ്പോഴേലും ഇപ്പൊ ഷോ തീരുന്നതിന് മുമ്പ് നമ്മൾ തന്നെ ഉറപ്പിച്ചേച്ചാ ഞാൻ ഫുഡ് വിളമ്പാവേ. ആ ഒരു ഗ്യാപ്പ് തരാം. ഫുഡ് വിളമ്പാ. ഒരു എനിക്ക് തോന്നുന്നു കുറെ ഈ പെപ്പറിന്റെ ഒരു ഗരം മസാലയുടെ ഒരു ഫ്ലേവർ ഉണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ പറയുന്ന ഈ മല്ലി കൊളുന്തിന്റെ ഒക്കെ ഒരു അതിന്റെ ഒരു ടേസ്റ്റ്. എന്തായാലും ഞാൻ സിനിമയുടെ കുറെ വിശേഷം അറിഞ്ഞ. ഇനി എഴുത്തിലോട്ട് പോകട്ടെ. മച്ചോട് ഇപ്പൊ എത്ര ബുക്സ് എഴുതിയിട്ടുണ്ട്? 8 ബുക്ക് കഴിഞ്ഞു പബ്ലിഷ് ചെയ്തത്. 9ാമത്തെ ഒരു പുസ്തകം ഒക്ടോബർ 20 DC ബുക്സ് റിലീസ് ആവുന്നുണ്ട്. ഓക്കേ. ഈ മച്ചോട് എഴുതിയ ബുക്സ് വേറെ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്? ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇംഗ്ലീഷുണ്ട്, ഹിന്ദിയിലൊക്കെ കഥ ട്രാൻസ്ലേറ്റ് ഉണ്ട്, തമിഴിലുണ്ട്. ഓക്കേ. അവിടുന്നുള്ള കഥകൾ ഇങ്ങോട്ട് വല്ല എടുത്തിട്ടുണ്ടോ? ഇല്ല. എല്ലാം ചേട്ടനായിട്ട് ഞാനായിട്ടും ആലോചിച്ചതും എനിക്കറിയാവുന്നതും ഞാൻ കേട്ടതും ഞാൻ കണ്ടതുമായ കഥകൾ എഴുതിയിട്ടുണ്ട്. അപ്പം ഒരു ത്രെഡ് മനസ്സിൽ വീണാ മതിയോ? ത്രെഡ് ചിലപ്പോൾ ഒരു വാക്കായിരിക്കും നമ്മുടെ മനസ്സിൽ വീഴുന്നത്, ഒരു വർത്തമാനമായിരിക്കും. അത് നമ്മുടെ മനസ്സിൽ കഥ പറയേണ്ടതാണോ എന്നുള്ള തോന്നലിലേക്ക് കുറെ പോകും. പിന്നെ എപ്പോഴെങ്കിലും ആയിട്ട് അതായിരിക്കും അത് പറയുന്നത്. മൂത്തയാള് രേഖ മത്സ്യവില്ല DG മണിപ്പം. 2 പിള്ളേര്. മൂത്തയാള് PG കഴിഞ്ഞു, MA ലിംഗ്വിസ്റ്റിക്സ് ആയിരുന്നോള്. രണ്ടാമത്തെ ആള് +2-ലാണ്. ഞാന് എൻ്റെ മക്കളും രേഖയും 2 പേരും ഇതുവരെ വേറെ ചാനലുകളിൽ ഒരു ചാനലുകളോ അല്ലെങ്കിൽ ടെലിവിഷൻ പ്രോഗ്രാം വീടുകളിൽ ഇന്റർവ്യൂവിന് പോലും വന്നിട്ടില്ല. ഞാനിതിന് ഇവിടുന്ന് വിളിച്ചപ്പോഴും നല്ല ഭക്ഷണം ആനി ഉണ്ടാക്കി തരുമെന്നും അത് കഴിക്കാം എന്നൊക്കെ പ്രലോഭിപ്പിച്ചിട്ടും വന്നില്ല എന്നുള്ളത്. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ. നേരത്തെ ഈ പണ്ഡിതൻ ഒരു കാര്യം എന്നോട് പറഞ്ഞു. നമ്മൾ ഏതൊരു വീട്ടിലാണെങ്കിലും ഒരു നേരം ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടെ കഴിക്കണം. അത് വീട്ടിൽ ഇരുന്ന് കഴിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്നാലും നമ്മുടെ ഇതേ കൂട്ട് തന്നെയാ. എന്റെ ഒരു സ്നേഹവും കൂടെ പിള്ളേർക്ക് കിട്ടുമല്ലായിരുന്നു. ഞാനതിപ്പം ഓർത്തിട്ട് സങ്കടപ്പെടുന്നുണ്ട്. കഷ്ടമുണ്ട്. ഞാൻ പിണങ്ങി. സത്യമാണ്. ഞാനിപ്പോൾ ആലോചിച്ചു ആനിയോട് സംസാരിക്കുമ്പോൾ അവരോട് ഉണ്ടായിരുന്നെങ്കിൽ ഇതിനേക്കാളും കുറച്ചുകൂടെ വർത്തമാനത്തിന്റെ സ്വഭാവം മാറുമായിരുന്നു, കുറച്ചുകൂടെ ജോവിയലാവുമായിരുന്നു, കുറച്ചുകൂടെ ഇന്റിമേറ്റ് ആകുമായിരുന്നു, കുറച്ചുകൂടെ കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പിണക്കമുണ്ട്. പിള്ളേരോടും പറഞ്ഞേക്കണം, ചേച്ചിയോടും പറഞ്ഞേക്കണം. ഞാൻ എന്തായാലും അവരോട് പറയും, കൃത്യമായിട്ട് ഞാൻ പറയും. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല ഭക്ഷണം കഴിക്കാൻ ഈ നമ്മുടെ ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിനകത്ത് ഒരു ഭാഗ്യമുണ്ടാകണം. ഭാഗ്യമുണ്ട് ചേച്ചിക്ക്. ഞാൻ എന്നാ പറയട്ടെ മനുഷ്യരുടെ പോകുമ്പോ ഞാൻ ഇത് തന്നു വിട്ടാ എന്നാ എടുക്കും? അപ്പൊ എന്റെ സ്നേഹം എന്തോരെത്തും. പിന്നെ അന്നേരം പിള്ളേരെ കഴിക്കുവല്ലേ? പിന്നെ അപ്പൊ അവർക്കും ഭാഗ്യം വരുമല്ലോ നല്ല ഭക്ഷണം കഴിക്കാൻ. അതാണ് നമുക്ക് ചില സ്ഥലത്ത് പോകുമ്പോൾ, ചില വീടുകളിൽ ചെല്ലുമ്പോൾ
ചിലപ്പോൾ നമുക്ക് ചില ഭക്ഷണം കിട്ടും, കിട്ടുകയല്ലേ? അത് കിട്ടുമ്പോൾ അത് കഴിക്കണം എന്ന് ആഗ്രഹിച്ച് നിന്ന സമയത്താണ് അത് കിട്ടുന്നത് എന്ന് പറയുന്ന ഒരു അവസരം ഉണ്ടാവും. അതുപോലെ ആയിരിക്കും ചിലപ്പോൾ. അതെ, അതേപോലെയുള്ളൂ. അതുകൊണ്ട് മൗച്ചേട്ടന് മാത്രമല്ല വൈറ്റ് ഭാഗ്യം, ചേച്ചിക്കും പിള്ളേർക്കും ഉണ്ട്. അതെ, വന്നത് എവിടാന്നറിയോ? ആനീസ് കിച്ചണിലാ. എന്തായാലും മൗച്ചേട്ടാ എന്റെ അടുക്കളയിൽ എത്തിയതിൽ സ്പെഷ്യൽ താങ്ക്സ്.